നമ്മളിനി പതുക്കെ നമ്മുടെ തിയററ്റിക്കൽ കുറച്ച് മാറ്റിയിട്ട് കുറച്ച് എന്താ പറയുക, നിങ്ങൾ ആൾറെഡി പഠിച്ചതിനെ തന്നെ നമ്മൾ ഒന്നുകൂടെ റിവൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നമുക്കറിയാം അക്യുപഞ്ചറിൽ നമുക്ക് ഏറ്റവും പ്രധാനമാണ് അക്യുപഞ്ചർ പോയിന്റ്സ്. ഈ അക്യുപഞ്ചർ പോയിന്റ്സുകളെല്ലാം തന്നെ മറ്റേ നമ്മുടെ മെറീഡിയനിലാണ് നിൽക്കുന്നതെന്ന് അറിയാം. സോ TCM പറയുന്നത് നമ്മുടെ ഓരോ ഓർഗന്റെയും പ്രധാനപ്പെട്ട വൈറ്റൽ ചി എല്ലാം തന്നെ ഈ മെറീഡിയൻ സിസ്റ്റത്തിലൂടെയാണ് ട്രാവൽ ചെയ്യുന്നത്. അത് ആ ചി നന്നായിരുന്നാൽ മാത്രമേ നമ്മുടെ ഓർഗന്റെ ഫങ്ഷൻ ആയിക്കോട്ടെ, ബോഡിയുടെ ഫങ്ഷൻ ആയിക്കോട്ടെ, ഇതെല്ലാം സുഗമമായി നടക്കണം എന്നുണ്ടെങ്കിൽ, ഒരു മിനിറ്റ്, അപ്പം നമ്മൾ ട്രീറ്റ്മെന്റിന് ഉപയോഗിക്കുന്ന എല്ലാം തന്നെ ഈ മെറീഡിയനായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ചില മറ്റേ സ്ഥലങ്ങളിലാണ് നമ്മൾ നീഡിൽ ചെയ്യുകയാണെങ്കിലും ശരി, മോക്സ കാണിക്കുകയാണെങ്കിലും ശരി, അതല്ല വേറെ ഏത് സിസ്റ്റം ആണെങ്കിലും ശരി, ഈവൻ മസാജ് ആയിക്കോട്ടെ, ഇതെല്ലാം തന്നെ ഇതിൻ്റെ റിഫ്ലക്ഷൻസ് ഒക്കെ നടക്കുന്നത് ഈ മെറീഡിയനിലുള്ള ചീ ഫ്ലോയുടെ ബാലൻസിങ് കറക്റ്റ് ആവുന്നതിലൂടെയാണ്, ചീ ഫ്ലോ പ്രോപ്പറായി പോകുന്നതിലൂടെയാണ്. ഇപ്പം എന്താണ് മെറീഡിയൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമുക്ക് ഓരോ ഓർഗണിനും ഓരോ സഞ്ചാര പാതകൾ നമ്മുടെ ശരീരത്തിനകത്തുണ്ടെന്ന് നമ്മൾ ആൾറെഡി പഠിച്ചു കഴിഞ്ഞാണ്. ആ സഞ്ചാര പാതകളിലൂടെയാണ് അതാത് ഓർഗണിൻ്റെ യുവാൻ ചി അല്ലെങ്കിൽ മറ്റേ ചി സഞ്ചരിക്കുന്നതെന്ന് നമുക്കറിയാം. ഇങ്ങനെ ഈ മറ്റേ സഞ്ചരിക്കുന്നത് നമുക്കറിയാം സ്കിന്നിൻ്റെ മുകളിലൂടെ പോകുന്ന ഭാഗങ്ങളിൽ ചില പ്രത്യേക സ്ഥലങ്ങളിൽ നമ്മൾ എങ്ങനെയാണോ മറ്റേ വീട്ടിലേക്ക് ഇലക്ട്രിസിറ്റി വരുന്ന സമയത്ത് ചില സ്ഥലങ്ങളിൽ ട്രാൻസ്ഫോമർ വെക്കുന്നത്, അതേമാതിരി നമ്മുടെ ചില സ്ഥലങ്ങളിൽ വന്നിട്ട് എന്താ വെച്ചാൽ ചില എനർജി സ്റ്റോറിങ് സ്റ്റേഷൻസ് ഉണ്ട്. ആ സ്റ്റേഷൻസ് ആണ് നമ്മൾ അക്യുപഞ്ചർ പോയിന്റ് എന്ന് പറഞ്ഞ പേരിൽ വിളിക്കുന്നത്. ഇങ്ങനെ ഈ മെറീഡിയൻസ് ശരീരത്തിൻ്റെ സ്കിന്നിൻ്റെ ഭാഗത്ത് കൂടി മാത്രമല്ല സഞ്ചരിക്കുന്നത്, അതിനെല്ലാത്തിനും ഇന്റേണൽ പാത്ത് ഉണ്ട്. അതായത് ശരീരത്തിനകത്തു കൂടിയും ഈ മെറീഡിയൻസ് സഞ്ചരിക്കുന്നുണ്ട്. സ്കിന്നിനോട് വളരെ ചേർന്നത്, അപ്പോൾ സ്കിന്നിനോട് കൂടി എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ സ്കിന്നിനും മസിൽ ലെയറിനും ഇടയിലൂടെയും ഇത് സഞ്ചരിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ പ്രഷർ കൊടുക്കുന്ന സമയത്താണെങ്കിലും ശരി, നീഡിൽ ചെയ്യുമ്പോഴാണെങ്കിലും ശരി, മോക്സായോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും വെക്കുമ്പോഴൊക്കെ വർക്ക് ചെയ്യുന്നത് അതുകൊണ്ടാണ്. അത് മെയിനായിട്ടുള്ളത് വന്നിട്ട് ഈ സ്കിന്നിൻ്റെ അവിടെ ചേർന്ന് കിടക്കുന്ന ലെയറിലാണ് ഉള്ളത്. സോ ഇങ്ങനെ മറ്റേ ശരീരം മുഴുവനും വന്നിട്ട് നമ്മളുടെ പ്രധാനപ്പെട്ട 12 ഓർഗൺ പറഞ്ഞു. ഈ 12 ഓർഗണ് വേണ്ടിയിട്ട് ബൈലാറ്ററലായിട്ട് രണ്ട് വശത്തും, ശരീരത്തിൻ്റെ രണ്ട് വശത്തും എങ്ങനെയാണോ മിറർ ഇമേജ് പോലെ തന്നെ മെറീഡിയൻസ് വന്നിട്ട് മുകളിലോട്ടും താഴോട്ടും സഞ്ചരിക്കുന്നുണ്ടെന്നൊക്കെ നമ്മൾ പഠിച്ചു കഴിഞ്ഞതാണ്. അത് കൂടാതെ അതിന് ജിങ് മെറീഡിയൻസ് എന്ന് പറയും. ജിങ് മെറീഡിയൻസ് എന്നുള്ള വാക്ക് ഉപയോഗിക്കുന്നത് നമ്മൾ റെയിൽവേ ട്രാക്ക് പോലെ നേരെ പോകുന്നതിനെ ജിങ് മെറീഡിയൻസ് എന്നും, ഈ ട്രെയിൻ നേരെ തന്നെ പോകുന്നുണ്ടെങ്കിൽ, പാളങ്ങൾ നേരെ തന്നെ പോകുന്നുണ്ടെങ്കിലും വേറൊരു ലൈനിലേക്ക് കയറാൻ ഇടയിൽ ചെറിയ ചെറിയ പാത്വേ നിങ്ങൾക്ക് കണ്ടിട്ടുണ്ടാവും ഇല്ലേ? അങ്ങനെ നമ്മുടെ ശരീരത്തിനകത്ത് ഈ മെറീഡിയൻ സിസ്റ്റത്തിനെ പൊതുവെ ജിങ് ലൂ എന്ന് പറയും. ജിങ് എന്ന് പറയുന്നത് നേരെ പോകുന്ന മെറീഡിയൻസും, ലൂ മെറീഡിയൻസ് എന്ന് പറയുന്നത് ഒരു മെറീഡിയൻ നിന്ന് വേറൊരു മെറീഡിയനിലേക്ക് പോകാനുള്ള പാത്വേ. അങ്ങനെ ജിങ് ലൂ സിസ്റ്റം ആയിട്ടാണ് നമ്മുടെ ശരീരം മുഴുവനും മെറീഡിയൻ നിറഞ്ഞു നിൽക്കുന്നത്. ഈ മെറീഡിയനിലൂടെ ഈ മറ്റേ ചീ പ്രോപ്പറായി സഞ്ചരിക്കുകയാണെങ്കിലാണ് നമ്മുടെ ശരീരത്തിലെ ഓർഗൻസ് ആണെങ്കിലും ശരി, നമ്മുടെ ഫങ്ഷൻ എല്ലാം തന്നെ പ്രോപ്പറായി നടക്കണം എന്നുണ്ടെങ്കിൽ ഈ പോയിന്റ്സിനെ നമ്മൾ ആക്ടിവേറ്റ് ചെയ്യുന്നു. ഇപ്പോൾ ഞാനിപ്പോൾ നിങ്ങളുടെ സ്ക്രീനിൽ നോക്കിക്കഴിഞ്ഞാൽ സെക്കൻഡ് പാരാഗ്രാഫിൽ ദ 11 ഓർഗൻസ് ഡിസ്ക്രൈബ്ഡ് ബൈ ചൈനീസ് മെഡിസിൻ എഴുതിയിട്ടുണ്ട്. ഒട്ടുമിക്ക പഴയ പുസ്തകങ്ങളിലൊക്കെ വന്നിട്ട് 12 എന്നുള്ളതിന് 11 തന്നെ കോമൺ ആയിട്ട് ഉപയോഗിക്കുക. അത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഹാർട്ടിനെയും പെരിക്കാർഡിയത്തിനെയും പല സമയങ്ങളും കോമൺ ആയിട്ട് ഒന്നായിട്ടാണ് ഉപയോഗിക്കുന്നത്. ഓക്കെ, അത് നിങ്ങൾക്ക് ഓർമ്മപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് അതിനെ മാറ്റാതെ. കഴിഞ്ഞ ഏതോ ഒരു ക്ലാസ്സിനോ അതിന് മുമ്പത്തെ ക്ലാസ്സിലും ഞാൻ ഇതേപോലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ മൈൻഡിനകത്ത് വേണം, പല സ്ഥലങ്ങളിലും വന്നിട്ട് ഇങ്ങനെയുള്ള ചെറിയൊരു മറ്റേ കാലക്രമേണ വന്ന ചെറിയ ചില മാറ്റങ്ങളുണ്ട്. ഓക്കെ, അപ്പോൾ ഇവിടെ 11 ഓർഗൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാലും നമ്മളുടെ ഇന്നത്തെ സിസ്റ്റം പ്രകാരം അത് 12 ആണ്. ഓക്കെ, ഞാൻ ആ ട്രഡീഷണൽ ബുക്കിലുള്ളത് കൊണ്ട് അതിനെ ആസ് സച്ച് ഞാൻ അവിടെ ടൈപ്പ് ചെയ്തെന്ന് മാത്രം. കാരണം വെച്ചാൽ ഇത് ഓർമ്മയുണ്ടാവണം എന്താണ് 11, അല്ലെങ്കിൽ അതിന് മുമ്പ് പോകുന്ന സമയത്ത് വേറെ ചെറിയ ചില എന്താ പറയുക, നമ്മളിപ്പോൾ ഉപയോഗിക്കുന്ന ടെർമിനോളജിയിൽ പഴയ ബുക്കുകളിൽ ചെറിയ ചില വ്യത്യാസമുണ്ട്. നമ്മളിവിടെ ലിവർ എന്ന് പറയുന്ന സമയത്ത് നമ്മൾ മെയിനായിട്ടും ഫോക്കസ് ചെയ്യുന്നത് ടെൻഡൻ ആണ്. പക്ഷെ പഴയ പുസ്തകങ്ങളിൽ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ലിവറിനെ മസിൽസുമായിട്ട് കണക്ട് ചെയ്യും.
ഇപ്പൊ നമ്മൾ എർത്തിനായിട്ടാണ് കണക്ട് ചെയ്യുന്നത്. അങ്ങനെ ചെറിയ കാലക്രമേണ വന്നിട്ടുള്ള ചെറിയ ഡെവലപ്മെന്റ് ആകുന്നതിനനുസരിച്ചിട്ട് ചില മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. ഇപ്പൊ നമ്മൾ 5 എലമെന്റ് ആണ് ട്രഡീഷണൽ ആയിട്ട് പറയണത്. പക്ഷേ ഇപ്പൊ സുജോക്കും മറ്റും വന്നപ്പോൾ 6 കീ ആയി. 5 തന്നെ മറ്റേ ഹാർട്ടും സ്മാൾ ഇൻറ്റെസ്റ്റൈനും സെപ്പറേറ്റ് ആയിട്ടും പെരിക്കാർഡിയം ആൻഡ് ട്രിപ്പിൾ വാർമറിന് സെപ്പറേറ്റ് ആയിട്ടും കാണുന്നുണ്ട്. അങ്ങനെ കാണുന്ന സമയത്ത് പലപ്പോഴും വന്നിട്ട് ട്രിപ്പിൾ വാർമറിനെ പല ആളുകളും വന്നിട്ട് സ്പൈനൽ കോഡായിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. പക്ഷെ ഞാൻ അതിനോട് അനുകൂലിക്കുന്നില്ല. എന്തുകൊണ്ടാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ മെറീഡിയൻ സാധാരണ നമ്മൾ എക്സ്റേ എടുത്താലോ അല്ലെങ്കിൽ MRI എടുത്താലോ അല്ലെങ്കിൽ CT സ്കാൻ എടുത്താലോ ഒന്നും കാണാൻ പറ്റാത്ത മെറീഡിയൻ എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് നമുക്ക് അറിഞ്ഞു തന്നെ 5000 ഇയേഴ്സിന് മുമ്പ് തന്നെ ഈ സിസ്റ്റം ഇവർ ഉണ്ടാക്കുകയും ഇതിലെ ശരീരത്തിനകത്തൂടെ എനർജി പോകുന്നുണ്ട്. അത് ഇന്റേണലി ഓർഗൻ സഞ്ചരിക്കുന്നുണ്ട്, സ്കിന്നിന് അടുത്തുകൂടെ സഞ്ചരിക്കുന്നുണ്ട്. സ്കിന്നിന് അടുത്തുകൂടെയുള്ള ഭാഗങ്ങളിൽ ചില ഭാഗങ്ങളിൽ അതിന് എനർജി അവിടെ സ്റ്റോർ ചെയ്യുന്നുണ്ട്. അവിടെ സ്റ്റാഗ്നേഷൻ വരാൻ സാധ്യതയുണ്ട്. ആ ഭാഗത്ത് നീഡിലിട്ട് കഴിഞ്ഞാൽ ആ ഫ്ലോ ഓപ്പൺ ആവും എന്നൊക്കെ കണ്ടുപിടിച്ച ആളുകൾക്ക് സ്പൈനൽ കോഡ് എന്ന് പറയുന്നത് വിസിബിൾ ആയിട്ടുള്ള ഒരു സാധനമാണ്. അപ്പൊ ട്രിപ്പിൾ വാർമർ എന്ന് പറഞ്ഞിട്ട് ഒരു സാങ്കല്പിക ഒരു ഉണ്ടാക്കുന്നതിന് പകരം അവർക്ക് നേരെ സ്പൈൻ എന്ന് പറയാൻ പറ്റുമായിരുന്നു. അത് പറഞ്ഞിട്ടില്ലാത്തത് കൊണ്ട് ഇപ്പൊ എല്ലാവരും ഒട്ടുമിക്ക ആളുകളും വന്നിട്ട് ഇതിനെക്കുറിച്ച് റിസർച്ച് ചെയ്യുന്നവരെല്ലാവരും പറയുന്നത് ട്രിപ്പിൾ വാർമർ എന്ന് പറയുന്നത്. ഇപ്പൊ സുജോക്കിൽ പോലും അത് ബ്രെയിൻ ആൻഡ് സ്പൈനൽ കോഡായിട്ടാണ് പറയുന്നത്. പക്ഷെ TCM പ്രകാരം അത് സ്പൈനൽ കോഡ് ആയിരിക്കാനുള്ള സാധ്യതയില്ല. ഫിസിക്കലായിട്ട് കാണാത്ത കാര്യങ്ങളെ കണ്ടുപിടിച്ച് ഇതുണ്ടെന്ന് പറഞ്ഞവർക്ക് ഫിസിക്കലായി കാണുന്നത് ഒന്നിനെ വന്നിട്ട് ഹൈഡ് ചെയ്ത് വെക്കേണ്ട ആവശ്യം വരുന്നില്ല. ഓക്കെ, സോ ഞാൻ ഇടയ്ക്ക് സബ്ജക്റ്റ് നിന്ന് മാറിപ്പോകുന്നത് എന്താ ശരി, പിന്നീട് ചിലപ്പോൾ ഇത് പറയാനുള്ള ഓർമ്മ ഉണ്ടാവില്ല. അപ്പൊ അതുകൊണ്ട് ജസ്റ്റ് ഓർമ്മ വരുന്നത് ഞാൻ അങ്ങനെ പറഞ്ഞു പോകുന്നു മാത്രം. ദ 12 ഓർഗൻസ് ഡിസ്ക്രൈബ്ഡ് ബൈ ചൈനീസ് മെഡിസിൻ ഇന്റിമേറ്റ്ലി വിത്ത് ദ ചാനൽസ്. ഈ എല്ലാ 12 ഓർഗൻസും വന്നിട്ട് അതാത് ചാനൽസുമായിട്ട് കണക്റ്റഡ് ആണ്. ദ സ്ട്രക്ചർ ആൻഡ് ടോപ്പോഗ്രഫി ഓഫ് ദ ഓർഗൻസ് വാസ് സബോർഡിനേറ്റഡ് ഇൻ ചൈനീസ് മെഡിസിൻസ്. ഓർഗൻസ് ഇൻ ചൈനീസ് സെൻസ് ഹാസ് മച്ച് മോർ ദ മീനിങ് ഓഫ് ദ ഫങ്ഷൻ ഓഫ് ഓർഗൻ സിസ്റ്റം. അതായത് നമ്മളുടെ ഇവിടെ ഒരു ഓർഗൻ എന്ന് പറയുന്ന സമയത്ത് മോഡേൺ സയൻസിന്റെ കൺസെപ്റ്റിലുള്ളത് മാത്രമല്ല, അതല്ലാതെ അതിന്റെ കുറെ ഫങ്ഷനാലിറ്റിയും കൂടെ ഡിഫൈൻ ചെയ്തിട്ടാണ് പറയുന്നത്. അപ്പൊ നമ്മൾ പറയുമ്പോൾ നമ്മൾ നോർമലി ഉപയോഗിക്കുന്ന സമയത്ത് നിങ്ങളുടെ ഹാർട്ട് വീക്കാണ് അല്ലെങ്കിൽ ലിവർ വീക്കാണെന്ന് സത്യം പറഞ്ഞാൽ പേഷ്യൻസ് കേൾക്കത്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവരിൽ അതിന്റെ ഇമ്പാക്റ്റ് വല്ലാതെ ഉണ്ടാവും. അതുകൊണ്ട് എപ്പോഴും വന്നിട്ട് ചീ ലെവലിൽ സംസാരിച്ചാൽ മതി, അല്ലെങ്കിൽ അവർക്ക് തെറ്റിദ്ധരണപ്പെടും. ഓക്കെ, ഉച്ചി കുറവാണ് അല്ലെങ്കിൽ നിങ്ങൾ തമ്മിൽ ആരുടെങ്കിലും സംസാരിക്കുകയാണെങ്കിൽ പോലും ക്ലയന്റിന്റെ മുമ്പിൽ അവരെ കറക്റ്റായിട്ട് പറഞ്ഞ് മനസ്സിലാക്കിക്കണം, നിങ്ങളുടെ ഓർഗനെ കുറിച്ചല്ല പറയണത്, അതല്ലാതെ ആ ഓർഗൻ ചെയ്യുന്ന ഫങ്ഷനാലിറ്റിയിൽ ഉണ്ടാവുന്ന കുറവും കൂടുതലാണ് എന്നുള്ളത് കറക്റ്റായിട്ട് ക്ലയൻസിനെ ബോധ്യപ്പെടുത്തണം. ഓക്കെ, അപ്പോൾ അതേമാതിരി തന്നെ നമ്മളുടെ ഇപ്പൊ ഇവിടെ വന്നിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന സമയത്ത് ഓരോ ഓർഗണും അതിന്റെ ഫിസിക്കലായിട്ടുള്ള ഫങ്ഷൻ മാത്രമല്ല നമ്മൾ TCMൽ കൺസിഡർ ചെയ്യുക, അത് എമോഷണൽ ആയിട്ടും എല്ലാം തന്നെ കൺസിഡർ ചെയ്യും. ഇപ്പൊ ഒരാൾക്ക് വന്നിട്ട് ഗ്രിഫ്നെസ് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു ഇറിറ്റേഷൻ ഉണ്ടെങ്കിൽ നമ്മൾ ലിവറുമായിട്ട് കണക്ട് ചെയ്യുന്നത് പോലെ മോഡേൺ മെഡിസിന് അങ്ങനെ കണക്ഷൻ ഇല്ല. അവർക്ക് എമോഷൻ വേറെയാണ്, ഓർഗൻസ് വേറെയാണ്. അപ്പൊ നമ്മൾ ഇത് ഡിസ്കഷൻ ചെയ്യുന്ന സമയത്ത് ഒന്നിലേറെ കാര്യങ്ങളെ നമ്മൾ എപ്പോഴും കൺസിഡർ ചെയ്യണം. The 12 organs or functional system were divided into 6 young organs and 5 organs. ഈ 12 എണ്ണത്തിനെ നമ്മൾ എങ്ങനെയാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്? 6 യാങ് ആയിട്ടും 6 ഇൻഓർഗൺ ആയിട്ടാണ് നമ്മൾ കൺസിഡർ ചെയ്യണത്. The 6 യാങ് ഓർഗൻസ് ഒക്കെ നമുക്കറിയാം. അതിനെ വന്നിട്ട് യാങ് ഓർഗനെ വന്നിട്ട് ഫൂ എന്നും പറയും. അതായത് 2 ടെർമിനോളജിയാണ് നമ്മൾ പൊതുവെ ഉപയോഗിക്കുക. ഒന്ന് ഇൻ ആൻഡ് യാങ് ഓർഗൻ എന്ന് പറയും. അങ്ങനെ ഇൻ ആൻഡ് യാങ് ഓർഗൻ എന്നാണ് നമ്മളിപ്പോൾ കൂടുതൽ ഉപയോഗിക്കുന്നതെങ്കിൽ 6 ഇൻ ഓർഗൻസും 6 യാങ് ഓർഗൻസും ഉണ്ടെന്ന് പറയണം. സാങ്ഫു എന്നുള്ള ടെർമിനോളജി പണ്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്നതാണ്. അങ്ങനെ സാങ്ഫു എന്ന് ഉപയോഗിക്കുന്ന സമയങ്ങളിൽ സാങ് ഓർഗൻ എന്ന് പറഞ്ഞാൽ ഇൻ ഓർഗൻ തന്നെയാണ്. അപ്പൊ അവിടെ 6 എന്ന് പൊതുവെ പറയാറില്ല, 5 പറയാറുള്ളൂ. സാങ് ഓർഗൻ ആയിട്ട് കൺസിഡർ ചെയ്യുന്ന സമയത്ത് ഹാർട്ടിനെയും പെരിക്കാർഡിനെയും ഒന്നായിട്ട് കാണുക. ഫൂ ഓർഗൻസ് പറയുന്നത് 6 തന്നെയാണ്. അന്നും ഇതിനെ സെപ്പറേറ്റ് ആയിട്ട് തന്നെയാണ് കണ്ടുകൊണ്ടിരുന്നത്. ഓക്കെ ആണോ? ഹലോ, അത് സ്ക്രീനിലുണ്ട്, നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും. അപ്പൊ സാങ്ഫു ഓർഗൻ എന്ന് പറയുമ്പോൾ 11 എണ്ണം ഉപയോഗിക്കുക. ഇൻ ആൻഡ് യാങ് ഓർഗൻ ഉപയോഗിക്കുന്ന സമയത്ത് 12 ഓർഗൻ ഉപയോഗിക്കുക.
അപ്പോൾ ആ കൺഫ്യൂഷൻ ക്ലിയർ ആയി. ഓക്കെ, ഏതോ പെരിക്കാർഡിയത്തിനെ മാത്രം ഹാർട്ടിന്റെ കൂടെ ചേർത്തി പറയുന്നതുകൊണ്ട് സാങ് ഓർഗൻ പറയുമ്പോൾ പെരിക്കാർഡിയം എന്ന് സെപ്പറേറ്റ് ഉപയോഗിക്കേണ്ട. അങ്ങനെ നിങ്ങൾക്ക് ഒരു സമാധാനക്കേട് ഉണ്ടെങ്കിൽ ഹാർട്ട് ആൻഡ് പെരിക്കാർഡിയം എന്ന് പറഞ്ഞിട്ട് ഒന്നിച്ചിട്ട് ഒരു വാക്കായിട്ട് ഉപയോഗിക്കുക. ഓക്കെ, ഇനി നമ്മൾ ഓരോ ഓർഗനെയും എലോബറേറ്റ് ആയി നോക്കുന്നില്ല, ജസ്റ്റ് എന്താണെന്ന് ഒന്നുകൂടെ നമുക്ക് കുറേ ദിവസമായില്ലേ നിങ്ങൾ പഠിച്ചിട്ട് ജസ്റ്റ് ഒന്ന് റിമൈൻഡ് ചെയ്ത് പോകുന്നു എന്ന് മാത്രം. അതായത് ഹാർട്ടിനെ ചൈനീസിൽ സിന്നും പറയും. അങ്ങനെ ഹാർട്ട് എന്ന് പറയുന്ന സമയത്ത് അല്ലെങ്കിൽ സിൻ എന്ന് പറയുന്ന സമയത്ത് എല്ലാ ഓർഗനും ഇതൊരു പ്രത്യേകതയുണ്ട്. നമ്മൾ ഹാർട്ടിൻ്റെ ഫിസിക്കലായിട്ടുള്ള ഫങ്ഷന് മാത്രമായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നില്ല. ഇപ്പോൾ മോഡേൺ മെഡിസിനെ സംബന്ധിച്ചിട്ട് ഹാർട്ട് എന്ന് പറയുന്നത് ഒരു മോട്ടർ പോലെയാണ്. കിണറ്റിൽ ഒരു മോട്ടർ വെച്ചിട്ട് നിങ്ങൾ പമ്പ് ചെയ്യുന്നത് പോലെ ഹാർട്ട് എന്ത് ചെയ്യുന്നു? ജസ്റ്റ് ശരീരത്തിനകത്തേക്ക് വരുന്ന, ശരീരത്തിനകത്തുനിന്ന് വന്ന ബ്ലഡിനെ ലങ്ങിലേക്ക് കൊടുക്കുന്നു. ലങ്ങിൽ വെച്ചുകൊണ്ട് മറ്റേ ഓക്സിജൻ അല്ലെങ്കിൽ നമുക്ക് ശരീരത്തിന് ആവശ്യമുള്ള ഗ്യാസ്ട്രിക്സ് മറ്റേ ബ്ലഡിലേക്ക് മിക്സ് ആവുന്നു. ആ മിക്സായ ബ്ലഡിനെ ഹാർട്ടിലേക്ക് തരുന്നു. ഹാർട്ട് അതിന് പമ്പ് ചെയ്ത് ശരീരത്തിൻ്റെ എല്ലാ ഭാഗത്തേക്കും എത്തിക്കുന്നു. ഇത്രയേ ഉള്ളൂ മോഡേൺ സയൻസിനെ സംബന്ധിച്ചിട്ട് ഹാർട്ടിൻ്റെ ഫങ്ഷൻ. പക്ഷേ നമുക്ക് TCMൽ നിങ്ങൾക്കറിയാം, നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ഇതിനെ കൺസിഡർ ചെയ്യും. നമ്മൾ എമോഷണൽ വൈസ് കൺസിഡർ ചെയ്യും, അങ്ങനെ ഒരുപാട് കാര്യങ്ങളായിട്ട് കൺസിഡർ ചെയ്യും. അപ്പോൾ ആ ഒരു കാര്യം നമ്മളുടെ മൈൻഡിൽ എപ്പോഴും ഉണ്ടാവണം. ഓക്കെ, ഹാർട്ട് ഇൻ ഗവേൺസ് ആൾ അതർ ഓർഗൻസ്. അതായത് കിങ് ഓഫ് ഓർഗൻസ് എന്നാണ് ഹാർട്ടിനെ പൊതുവെ പറയുക. TCMന്റെ ഭാഷയിൽ കിങ് ഓഫ് ഓർഗൻസ് എന്നാണ് പറയുക. കാരണം ആ ഒന്നാണ് എല്ലാ ഓർഗനിലേക്കും ആവശ്യമുള്ള എല്ലാ സാധനങ്ങളും എത്തിക്കുന്നത്. ഓക്കെ, ബ്ലഡിലൂടെയാണ് നമ്മുടെ ശരീരത്തിന് ആവശ്യമുള്ള എല്ലാ സാധനങ്ങളും എത്തുന്നത്. അത് ഓരോ ഓർഗണിനും പോകുന്നത് ഹാർട്ടിൻ്റെ പമ്പിങ്ങിൻ്റെ കപ്പാസിറ്റിയിലാണ്. അപ്പം നമ്മുടെ ശരീരത്തിനകത്തെ ഓരോ സെല്ലുകളും, ഈ സെല്ലുകൾ ചേർന്നിട്ടുള്ള ടിഷ്യൂസ് ആണെങ്കിലും ശരി, ടിഷ്യൂകൾ ചേർന്നിട്ടുള്ള ഓർഗൻസിനായിക്കോട്ടെ, ഈ ഓർഗൻസിൻ്റെയൊക്കെ ആകത്തുകയായ ഞാനെന്ന് പറയുന്ന വ്യക്തി അല്ലെങ്കിൽ എൻ്റെ ശരീരം അല്ലെങ്കിൽ നമ്മുടെയൊക്കെ ശരീരം തന്നെ ശരിക്കും പറഞ്ഞാൽ നിയന്ത്രിക്കുന്നത് അല്ലെങ്കിൽ ഭരിക്കുന്നത് ഈ ഹാർട്ടിൻ്റെ പമ്പിങ് കപ്പാസിറ്റി ആയതുകൊണ്ട് ഹാർട്ടിനെ നമ്മൾ പൊതുവെ കിങ് ഓഫ് ഓർഗൻസ് എന്നാണ് പറയുന്നത്. കാരണം നമ്മളുടെ ബ്ലഡ് സർക്കുലേഷൻ സഞ്ചരിച്ചാൽ മാത്രമേ ചീ സഞ്ചരിക്കുള്ളൂ. ഈ ബ്ലഡും ചീയും ഓരോ സെല്ലുകൾക്കും ഓരോ ടിഷ്യൂസിനും എല്ലാത്തിനും വേണ്ടതാണ്. അതുപോലെ തന്നെ നമ്മളുടെ എമോഷൻ ലെവലിൽ, നമ്മൾ മെൻ്റൽ എബിലിറ്റി, നമ്മളുടെ തിങ്കിങ് പവർ, നമ്മുടെ എമോഷൻസ് എല്ലാം തന്നെ കണക്ട് ചെയ്യുന്നത് ഈ ബ്ലഡ് സർക്കുലേഷനും ചീയുമായിട്ട് കണക്റ്റഡ് ആണ്. നമ്മളുടെ മൈൻഡ് അതുമായിട്ട് കണക്റ്റഡ് ആണ്. നമ്മുടെ സോൾ, ദൈവം ഇരിക്കുന്ന സ്ഥലമാണ് ഹൃദയം, അല്ലേ? അപ്പോൾ നമ്മുടെ സോളുമായിട്ട് കണക്ട് ആയിട്ടോടെ നമ്മുടെ ബോധമണ്ഡലം അല്ലെങ്കിൽ നമ്മളെ ഇന്റേണൽ ആയിട്ടുള്ള എന്താ പറയുക ബോധമനസ്സും പിന്നെന്താണ് മറ്റേ കോൺഷ്യസ് മൈൻഡും മറ്റേ എന്താ പറയുക, എന്താ അതിനെ പറയാ, ആരെങ്കിലും ഒന്ന് ട്രാൻസ്ലേറ്റ് ചെയ്യാം മലയാളത്തിൽ? ഉപബോധ മനസ്സ്. ഉപബോധ മനസ്സ്. ഓക്കെ, ഇതെല്ലാം തന്നെ ഇതിൻ്റെ സർക്കുലേഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ട് കിടക്കുന്നതാണ്. അതേമാതിരി തന്നെ ഈ ഹാർട്ടിൻ്റെ ഓപ്പനിങ് അല്ലെങ്കിൽ ഓഫീസ് എന്ന് പറയുന്നത് നാക്കാണെന്ന് നമുക്കറിയാം. നിങ്ങളുടെ നാക്കിനെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഹാർട്ടിൻ്റെ ഹെൽത്തിനെ കുറിച്ച് അറിയാം. നാക്ക് വന്നിട്ട് നമുക്ക് കാണുമ്പോൾ ഒരു ലൈറ്റ് മറ്റേ എന്താ പറയുക വളരെ തിന്നായിട്ടുള്ള കോട്ടിങ് ഉണ്ടാവാം, മറ്റേ ചെറുതായിട്ടൊരു മറ്റേ റെഡിഷ്നെസ് ഉണ്ടാവണം. ഓക്കെ, അതിനൊരു എനർജി ഉണ്ടാവും കാണുമ്പോൾ തന്നെ. അതിന് വന്നിട്ട് സർക്കുലേഷനൊക്കെ നന്നായിട്ട് ഉണ്ടാവണം. അങ്ങനെ അല്ല, നിങ്ങളുടെ നാക്ക് കാണുമ്പോൾ ഒരുപാട് കോട്ടിംഗ് ഉണ്ട്, ഒരുപാട് വെളുത്ത നിറത്തിലാണ് കോട്ടിങ്, അല്ലെങ്കിൽ അതിൻ്റെ ഷേപ്പൊക്കെ വന്നിട്ട് പല്ലിൻ്റെ താഴെയാണ് വെച്ചിരിക്കുന്നത്, അതുകൊണ്ട് പല്ലിൻ്റെ മാർക്കൊക്കെ വരിക, ബ്ലഡ് ഇല്ലാണ്ടിരിക്കുക, അല്ലെങ്കിൽ ഓവറായിട്ട് റെഡിഷ്നെസ് വരിക, ഇതൊക്കെ തന്നെ ഇംബാലൻസ് ആണ്. ഓക്കെ, നമുക്കറിയാം ചൂട് എന്ന് പറയുന്നത് തന്നെയാണ് ഹാർട്ടിൻ്റെ സിംപ്ലം. അത് നമുക്ക് ഇതെല്ലാം നിങ്ങൾ പഠിച്ച കാര്യങ്ങളാണ്, അതുകൊണ്ട് ഞാൻ ഇത്തിരി സ്പീഡിൽ പോകാമെന്ന് വിചാരിക്കുന്നു. ജോയ് ആണ് ഇതിൻ്റെ എമോഷൻ. അതേ സമയത്ത് ഇറിറ്റേഷൻ, എഗിറ്റേഷനും വന്നിട്ട് ഹാർട്ടിൻ്റെ ഇംബാലൻസിൽ വരുന്നതാണ്. ചൂട് കൂടുമ്പോൾ നമ്മൾ അസ്വസ്ഥതയാകുന്നത് പോലെ തന്നെ. ഓക്കെ, അപ്പോൾ ഹാർട്ടിൻ്റെ ഫങ്ഷൻ പൊതുവെ ചൈനീസ് മെഡിസിനിൽ പറയുകയാണെങ്കിൽ ബ്ലഡ് സർക്കുലേഷൻസ്, അതേമാതിരി അത് നാക്കിലാണ് ഓപ്പൺ ചെയ്യുന്നത്. മുഖത്തും മറ്റുമൊക്കെ വന്നിട്ട് റെഡിഷ്നെസ് വരികയാണെങ്കിൽ ഫയർ എക്സസ് ആണെന്നുള്ളതാണ് അർത്ഥം. നമ്മുടെ വെസൽസിനെയൊക്കെ കൺട്രോൾ ചെയ്യുന്നത്, ബ്ലഡിൻ്റെ സ്ട്രെങ്ത്തിനെ കൺട്രോൾ ചെയ്യുന്നത്, ഇതെല്ലാം തന്നെ ഹാർട്ടുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ്. നമ്മളുടെ വിയർപ്പ്, ശരീരത്തിലെ വിയർപ്പുമായിട്ട് മറ്റേ കണക്ട് ചെയ്യുന്നത് ഹാർട്ടിൻ്റെ ഫങ്ഷനാലിറ്റിയിലാണ്. ഹാപ്പിനെസ് ആണ് ഇതിൻ്റെ ജോയ്. അതേമാതിരി തന്നെ നമ്മുടെ മൈൻഡ്, മെൻ്റൽ ആക്ടിവിറ്റി, മെമ്മറി ആൻഡ് സ്ലീപ്പൊക്കെ വന്നിട്ട് ഈ ഫയർ അല്ലെങ്കിൽ ഹാർട്ടിൻ്റെയും കൂടെ ഫങ്ഷനുമായിട്ട് കണക്ട് ചെയ്തിട്ടാണ്. അപ്പോൾ ഇപ്പോൾ ഒരാൾക്ക് വന്നിട്ട് പ്രോപ്പറായിട്ടല്ല തോട്ട് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ബുദ്ധി വർക്ക് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഫയറിനെ കൺസിഡർ ചെയ്യണം.
മെൻ്റൽ ആക്ടിവിറ്റീസ്, അതായത് ഒരു കാര്യത്തിന് താല്പര്യമില്ലായ്മ ഇരിക്കുകയൊക്കെ ചെയ്യുകയാണെങ്കിൽ, അല്ലെങ്കിൽ പ്രോപ്പറായിട്ടുള്ള ഫങ്ഷനിലല്ല ഉള്ളതെങ്കിൽ, അതേമാതിരി തന്നെ പുവർ മെമ്മറി, അതേമാതിരി തന്നെ സ്ലീപ്പ് ഡിസോർഡേഴ്സ്, ഇതെല്ലാം തന്നെ ഫയറുമായിട്ട് കണക്ട് ചെയ്യുന്നു. ഓക്കെ, അടുത്ത് നമ്മൾ ലങ്ങിനെ വന്നിട്ട് പ്രൈം മിനിസ്റ്റർ എന്ന് പറയും, അല്ലെങ്കിൽ മിനിസ്റ്റർ ഓഫ് ഹെവൻ എന്നാണ് പറയുക. ലങ്ങിൽ TCM പ്രകാരം ഫി പ്രൊണൗൺസിയേഷൻ വ്യത്യാസം വരും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ അത് പ്രൊണൗൺസ് ചെയ്യുന്നില്ല. നിങ്ങൾ ഗൂഗിളിൽ പോയി കഴിഞ്ഞാൽ FEI എന്ന് അടിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ പ്രൊണൗൺസിയേഷൻ നോക്കിയാൽ മതി. ചൈനീസ് ടു ഇംഗ്ലീഷിലേക്ക് പ്രൊണൗൺസ് ചെയ്താൽ മതി കേട്ടോ. അപ്പം നമ്മുടെ റെസിപ്പിറേഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് ലങ്ങിനെ നമുക്കറിയാം. ഒറ്റ മിനിറ്റ്. സോ നമ്മുടെ റെസിപ്പിറേഷനുമായിട്ട് വളരെയേറെ ബന്ധപ്പെട്ട് കിടക്കുന്നതാണ് ലങ് എന്ന് നമുക്കറിയാം. ഈ റെസിപ്പിറേഷനാണ് നമ്മുടെ ഏറ്റവും, നമ്മൾ ജനിച്ചു കഴിഞ്ഞ് വരുന്ന സമയത്ത് പിന്നീട് ജീവൻ നിലനിൽക്കണമെങ്കിൽ ഹാർട്ട് വർക്ക് ചെയ്യണം. പക്ഷെ എന്നിരുന്നാലും നമുക്ക് ഏറ്റവും പ്രധാനമാണ് നമ്മളുടെ പ്രാണവായു അല്ലെങ്കിൽ ബ്രീത്തിങ്. ഇപ്പം നിങ്ങൾക്ക് വന്നിട്ട് ഒരു ആഹാരം കഴിക്കാതെ കുറേ ദിവസം ജീവിക്കാൻ പറ്റും, വെള്ളം കുടിക്കാതെ കുറച്ച് ദിവസം ജീവിക്കാൻ പറ്റും. പക്ഷെ ബ്രീത്തിങ് ഇല്ലെങ്കിലോ ഫ്യൂ സെക്കൻഡ്സേ നമുക്ക് ജീവൻ നിലനിർത്താൻ പറ്റില്ല. അപ്പം നമ്മുടെ സർക്കുലേഷൻ അല്ലെങ്കിൽ ബ്ലഡ് സർക്കുലേഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ട് വളരെയേറെ പ്രാധാന്യം അറിയിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ മിനിസ്ട്രി ഓഫ് ഹെവൻ എന്നാണ് നമുക്ക് ഇതിനെ പറയുക. ഓക്കെ, ഈ ലങ്, ദ ക്ലിയർ ലങ് ചി ഫ്ലോസ് ഡൗൺവേർഡ്, അതായത് മറ്റേ വായു വലിച്ചെടുത്ത് ശരീരത്തിന്റെ മൊത്തത്തിൽ അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ സപ്ലൈ ചെയ്യേണ്ടത് എവിടേക്കാണ്? നമ്മൾ ഡൗൺവേർഡിലേക്ക് സപ്ലൈ ചെയ്യണം. വെളിയിൽ നിന്ന് വലിച്ചെടുത്ത് ഉള്ളിലേക്ക് കൊടുക്കുന്നു. ദ ലങ് ഗവേൺസ് ദ സർഫേസ് ഓഫ് ദ ബോഡി. നമ്മുടെ ബോഡിയുടെ സർഫേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും ഔട്ടർ ലെയർ ആയിട്ടുള്ള ഭാഗങ്ങളെ ഗവേൺ ചെയ്യുന്നത് ലങ്ങാണ്. അതുകൊണ്ടാണ് നമ്മളെപ്പോഴും പറയാറ്, ഇപ്പോൾ ഒരു എന്താ പറയുക, വെയിലത്ത് പോയിട്ട് വന്നു അല്ലെങ്കിൽ മഴയത്ത് പോയിട്ട് വന്നു, തണുപ്പിലൊക്കെ പോയിട്ട് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ആദ്യം നമുക്കുണ്ടാവുന്ന ഇറിറ്റേഷൻ അല്ലെങ്കിൽ ബുദ്ധിമുട്ടെന്ന് പറയുന്നത് ഒട്ടുമിക്ക ആളുകൾക്കും വന്നിട്ട് ജലദോഷം, ചുമ, തലവേദന, പനി, അതെങ്ങനെയും നമ്മുടെ ബ്രീത്തിങ്ങുമായിട്ട് ബന്ധപ്പെട്ടിട്ടായിരിക്കും. ഓക്കെ, സോ ഇതെല്ലാം തന്നെ എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ലങ് ആണ് നമ്മുടെ ഇമ്മ്യൂണിറ്റിയിൽ ഏറ്റവും പ്രധാനപ്പെട്ടതും. നമ്മൾ ഓർഗൻ സിസ്റ്റം പഠിക്കുമ്പോൾ തന്നെ നമുക്കറിയാം ലങ് എന്ന് പറയുന്നത് കനോപ്പി എന്നാണ് പറയുക. കനോപ്പി എന്നുള്ള വേർഡാണ് ഇംഗ്ലീഷിൽ കൂടുതലും ഉപയോഗിക്കുക ലങ്ങിന്. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നമ്മുടെ ശരീരത്തിൽ ഈ 12 ഓർഗൻസ് ആണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് നമുക്ക് അക്യുപഞ്ചറിൽ പഠിക്കുക. ഈ 12 ഓർഗൻ ബ്രെയിനിന്റെ മാത്രം കൺട്രോളിലല്ല വർക്ക് ചെയ്യുന്നത്. സ്വമേധയാ ബ്രെയിനിന്റെ കൺട്രോൾ ഇല്ലെങ്കിൽ പോലും വർക്ക് ചെയ്യാൻ പറ്റാവുന്ന ഓർഗനാണ് നമ്മൾ ഈ അക്യുപഞ്ചറിൽ പഠിക്കുന്ന പ്രധാനപ്പെട്ട 12 ഓർഗൻ. അതൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. സോ അതിൽ ഏറ്റവും ടോപ്പ് മോസ്റ്റ് ആയിട്ടുള്ള സാധനം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ലങ്ങാണ്, അല്ലേ? നമ്മൾ ആ ട്രങ്ക് ഏരിയ, നമ്മുടെ ശരീരത്തിന്റെ ട്രങ്ക് ഏരിയ കണ്ടു കഴിഞ്ഞാൽ ആദ്യം വരുന്നത് നമ്മുടെ ലങ്ങാണ്. ലങ് ഹാർട്ടിനെയും പെരിക്കാർഡിയത്തിനെയും കവർ ചെയ്തിട്ടാണ് ഇരിക്കുന്നത്. അതിന്റെ താഴെയാണ് ബാക്കി സ്റ്റൊമക്കും ലിവറും ഗാൽ ബ്ലാഡർ, ബാക്കി എല്ലാ ഓർഗൻസിനും താഴെയാണ്. ദ ടോപ്പ് മോസ്റ്റ്, അല്ലെങ്കിൽ നമ്മൾ ഒരാൾ വന്നിട്ട് ബീച്ചിലൊക്കെ പോകുമ്പോൾ തൊപ്പിയിട്ട് നടക്കുന്നത് പോലെ കനോപ്പി എന്ന് പറയുന്ന സ്റ്റാറ്റസിലുള്ളത് ലങ്ങാണ്. അതുകൊണ്ട് തന്നെ ക്ലൈമറ്റിക്കൽ ഫാക്ടർ ആദ്യം എഫക്റ്റ് ചെയ്യുന്ന ഓർഗൺ ലങ്ങായിരിക്കും. ഓക്കെ, കാരണം അതാണ് ഏറ്റവും മുകളിലുള്ളതായതുകൊണ്ട് എപ്പോഴും വന്നിട്ട് ക്ലൈമറ്റിക്കൽ ഫാക്ടർ അല്ലെങ്കിൽ വെളിയിൽ നിന്നുള്ള ഏതൊരു ബാക്ടീരിയയോ വൈറസോ എന്തും തന്നെ ആദ്യം അറ്റാക്ക് ചെയ്യാനുള്ള സാധ്യത കൂടുതൽ ലങ്ങാണ്. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഇതാണ് ടോപ്പ് മോസ്റ്റ് ആയിട്ടുള്ളത്. ഓക്കെ, അതേമാതിരി തന്നെ നമ്മുടെ ശരീരത്തിലെ സ്കിൻ എന്ന് പറയുന്ന ഓർഗന്റെ മാസ്റ്ററാണ് ലങ്. നമ്മുടെ ശരീരത്തിനകത്ത് മറ്റേ മുടി 2 സ്ഥലങ്ങളിലുണ്ട്. ഒന്ന് നമ്മുടെ തലയിലും ഉണ്ട്, നമ്മുടെ ശരീരത്തിനകത്തുണ്ട്. ശരീരത്തിനകത്തുള്ള മുടി ഗവേൺ ചെയ്യുന്നത് ലങ്ങാണ്. ഓക്കെ, ആൻഡ് ഹാസ് ഇറ്റ്സ് എക്സ്പ്രഷൻ ഇൻ ദ വോയിസ്. അത് റെപ്രസെന്റ് ചെയ്യുന്നത് ശബ്ദമായിട്ടാണ്. അപ്പോൾ നിങ്ങളുടെ ശബ്ദങ്ങൾ ഏറ്റക്കുറച്ചിൽ വരികയാണ്, വോയിസിൽ വേരിയേഷൻസ് വരുന്നുണ്ടെങ്കിൽ അതിൽ ഒരെണ്ണം ഉറപ്പായിട്ടും ലങ്ങായിരിക്കും. സ്കിൻ ഡിസീസ് വരുമ്പോൾ അതിനകത്ത് ഒരെണ്ണം ഉറപ്പായിട്ടും മെറ്റലായിരിക്കും. അടുത്ത ഓർഗൻ ഏതാണെന്ന് നോക്കിയാൽ മതി. ഓക്കെ, അപ്പോൾ ട്രഡീഷണൽ തിയറിയിൽ എന്താ പറയുന്നത്? TCM അത് നമുക്ക് അറിയാൻ തന്നെയാണ്. മറ്റേ നോസിന്റെ ഓർഫീസ് അല്ലെങ്കിൽ ഓപ്പണിംഗ് എന്ന് പറയുന്നത് നോസാണ്. അതുകൊണ്ട് തന്നെ ലങ്ങുമായിട്ട് ബന്ധപ്പെട്ടിട്ട് എന്തൊരു ബുദ്ധിമുട്ടുണ്ടെങ്കിലും അത് ആദ്യം റിഫ്ലക്ട് ചെയ്യുക നമ്മുടെ മൂക്കിലായിരിക്കും. ഓക്കെ, ദ ലങ് ഈസ് വെരി സെൻസിറ്റീവ് ആൻഡ് വളറബിൾ ടു ദ എക്സ്റ്റേണൽ ക്ലൈമറ്റിക് ഇൻഫ്ലുവൻസ്. അതിന്റെ ഇംപ്രോപ്പർ ആണെങ്കിൽ ക്ലൈമറ്റിക്കൽ ഫാക്ടേഴ്സ് ആദ്യം എഫക്ട് ചെയ്യുന്നത് ലങ്ങിനെ ആയിരിക്കും.
ഇതൊക്കെ നിങ്ങൾ പഠിച്ചതാണ്, സ്റ്റിൽ ഒന്നുകൂടെ റിമൈൻഡ് ചെയ്യുന്നത് മാത്രം. ഓക്കെ, അപ്പോൾ കൺട്രോൾസ് ദ ഡിഫൻസ് ഇമ്മ്യൂൺ സിസ്റ്റം. ഇമ്മ്യൂൺ സിസ്റ്റത്തിനുമായിട്ട് ബന്ധപ്പെട്ടിട്ട് മെറ്റൽ അല്ലെങ്കിൽ ലങ്ങിന് വളരെയേറെ പ്രാധാന്യമുണ്ട്. നമ്മുടെ ശരീരത്തിനകത്തിലെ വാട്ടർ മെറ്റബോളിസം പാത്ത് ക്ലിയർ ചെയ്യേണ്ട പണി ലങ്ങിൻ്റെയാണ്. നോസിലാണ് ഇത് ഓപ്പൺ ചെയ്യുന്നത്. നമ്മുടെ ശരീരത്തിലെ സ്കിന്ന്, ശരീരത്തിലെ മുടികൾ, തലമുടിയല്ല ബോഡിയിൽ ഉണ്ടാകുന്ന മുടികളൊക്കെ ഗവേൺ ചെയ്യുന്നത് ലങ്ങിന്റെ ഫങ്ഷൻ ആണ്. നമ്മുടെ ശരീരത്തിനകത്ത് റെസിപ്രേഷനിലൂടെ ചീനെ കൺട്രോൾ ചെയ്യുന്നത് ലങ്ങാണ്. ഓക്കെ, എല്ലാ മെറീഡിയനിലെയും ചീ സർക്കുലേഷൻ നന്നായിരിക്കണം എന്നുണ്ടെങ്കിൽ ലങ് നന്നായിരിക്കണം. കാരണം നമ്മുടെ ശരീരത്തിനകത്ത് പ്രാണൻ ഉണ്ടെങ്കിൽ മാത്രമേ ബാക്കിയുള്ളത് വർക്കാവുള്ളൂ. സിമ്പിളായിട്ട് മനസ്സിലാക്കിയാൽ മതി. ഓക്കെ, ഇറ്റ് ഹൗസസ് മൈൻഡ് ആൻഡ് ബോഡി കണക്ഷൻസ്. ശരീരത്തിനെയും മനസ്സിനെയും തമ്മിൽ കണക്ട് ചെയ്യുന്ന ഓർഗനാണ് ലങ്. അത് കഴിഞ്ഞാൽ സ്പ്ലീൻ. സ്പ്ലീൻ നമുക്കറിയാം അല്ലെ, ഡൈജഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ്. അതുകൊണ്ട് തന്നെ മിനിസ്ട്രി ഓഫ് ഗ്രൈനറി എന്ന് പറയും. അതായത് നമ്മളുടെ ഗ്രൈനറി എന്ന് പറയുമ്പോൾ മറ്റേ ഗ്രാനുൾസ് എന്നുള്ള അർത്ഥത്തിൽ തന്നെയാണ്, ധാന്യങ്ങൾ. ഭക്ഷ്യമന്ത്രി എന്ന് വേണമെങ്കിൽ, കാരണം ഈ ടെർമിനോളജിയൊക്കെ പണ്ടത്തെ ചൈനീസ് സിസ്റ്റമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതുകൊണ്ട് അതേ ടെർമിനോളജീനെ ട്രാൻസ്ലേറ്റ് ചെയ്തിരിക്കുന്നു എന്ന് മാത്രം. അപ്പൊ ഭക്ഷ്യമന്ത്രിയായിട്ട് വേണമെങ്കിൽ നമുക്ക് സ്പ്ലീനിനെ പറയാം. കാരണം നമ്മൾ ആഹാരം കഴിക്കുന്നതിൽ നിന്ന്, അതായത് നമ്മൾ ജനിച്ച് വരുമ്പോൾ ഉള്ള ചീയും പ്രാണാച്ചി വന്നിട്ട് നമ്മൾ ഓട്ടോമാറ്റിക്കലി ബ്രീത്ത് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അതല്ലാണ്ട് നമ്മുടെ ഏറ്റവും പ്രൈമഫൈസിയാണ് ഫുഡിൽ നിന്ന് കിട്ടുന്ന എനർജി എന്ന് പറയുന്നത്. ഓക്കെ, അതിന്റെ മാസ്റ്റർ ശരിക്കും സ്പ്ലീനാണ്. അതേപോലെ അലോപ്പതി സിസ്റ്റത്തിന് സ്പ്ലീനിന് ഇത്രയേറെ പ്രാധാന്യമൊന്നും ഉണ്ടാവില്ല. ഓക്കെ, അതുകൊണ്ടാണ് ഇതിനെ ആരും പ്രയോറിറ്റി കിടക്കാത്തത്. അതേമാതിരി പാങ്ക്രിയാസിനെ കൺട്രോൾ ചെയ്യുന്നത് TCM പ്രകാരം സ്പ്ലീനാണ്. അതുകൊണ്ട് പാങ്ക്രിയാസിനെ സെപ്പറേറ്റ് ആയിട്ട് പറയുന്നില്ല. ഇപ്പൊ സ്പ്ലീൻ മീൻസ് സ്പ്ലീനിന്റെ സബോർഡിനേറ്റ് ആണ്, അല്ലെങ്കിൽ സ്പ്ലീൻ കൺട്രോൾ ചെയ്യുന്നതാണ് പാങ്ക്രിയാസ് എന്നുള്ള കൺസിഡറേഷനിലാണ് എടുക്കുക. കൺട്രോൾ ദ ഡൈജഷൻ ഓഫ് ഫുഡ് ആൻഡ് ഇറ്റ് ഈസ് റെസ്പോൺസിബിൾ ഫോർ ഇൻടേക്ക് ഓഫ് ഫ്ലൂയിഡ്സ്. ശരീരത്തിനകത്ത് ഫ്ലൂയിഡ്സ്, അത് കഴിക്കുന്ന ആഹാരത്തിൽ നിന്നുള്ള ഫുഡിനെ ഡൈജഷൻ ചെയ്യും. ശരീരത്തിന് ആവശ്യമുള്ള ഫ്ലൂയിഡ്സിന്റെ ഒക്കെ കൺട്രോളിങ് ചെയ്യുന്നത് സ്പ്ലീനാണ്. ഇറ്റ് അസിമുലേറ്റ്സ് ദ ചീ ഫ്രം ന്യൂട്രീഷൻസ്. അതായത് നമ്മൾ കഴിക്കുന്ന ആഹാരത്തിൽ നിന്ന് ന്യൂട്രീഷൻസും അതേമാതിരി പ്രോട്ടീനായി മാറ്റുന്നതും അതിനകത്ത് നിന്ന് ചീ സെപ്പറേറ്റ് ചെയ്ത് എടുക്കേണ്ടതൊക്കെ ചെയ്യുന്നത് സ്പ്ലീനിന്റെ ഫങ്ഷനാണ്. അതായത് നമ്മളുടെ ആ ഓർഗൻസിനും ടിഷ്യൂസിനും സെല്ലിനും വേണ്ടിയിട്ടുള്ള നൊറിഷ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ന്യൂട്രീഷൻസ് ആയിക്കോട്ടെ, ചീ ആയിക്കോട്ടെ, എല്ലാം തന്നെ സെപ്പറേറ്റ് ചെയ്യുന്നത് ആക്ച്വലി സ്പ്ലീനിന്റെ ഫങ്ഷനാലിറ്റിയാണ് TCM പറയുന്നത്. ഓക്കെ, ഇതൊക്കെ നന്നായിരുന്നാൽ മാത്രമേ ബ്ലഡിന്റെ ക്വാളിറ്റി നന്നായിരിക്കുള്ളൂ. ബ്ലഡിന്റെ ക്വാളിറ്റി നന്നായിരുന്നാലേ ബ്ലഡ് മൂവ് ചെയ്യുള്ളൂ. അങ്ങനെ ബ്ലഡിന്റെ ക്വാളിറ്റിയും ബ്ലഡിന്റെ മൂവ്മെന്റും പ്രോപ്പർ ആണെങ്കിൽ മാത്രമേ ഓരോ സെല്ലുകൾക്കും ആവശ്യമുള്ള സാധനങ്ങൾ എത്തിക്കാനും പറ്റത്തുള്ളൂ. ആ സെല്ലുകളിൽ നിന്ന് ടോക്സിക് ആയിട്ടുള്ള സാധനങ്ങൾ, അത് ഗ്യാസ്ട്രിക്സ് ആണെങ്കിൽ ശരി, സോളിഡ് ആയാലും ശരി, ലിക്വിഡിറ്റി ആയാലും ശരി, ഇതെല്ലാം തിരിച്ച് പുറത്തേക്ക് കളയാനുള്ള ഓർഗനിലേക്ക് എത്തിക്കണമെങ്കിൽ ഇതെല്ലാം തന്നെ മര്യാദയ്ക്ക് നടക്കണമെന്നുണ്ടെങ്കിൽ ബ്ലഡിലൂടെ വേണം നടക്കാൻ. അപ്പൊ ഈ സർക്കുലേഷന് മെറ്റബോളിസത്തിൽ എന്തെങ്കിലും ഒരു ഇഷ്യൂസ് വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ സർക്കുലേഷനെ ബാധിക്കും. അങ്ങനെ സർക്കുലേഷനെ ബാധിക്കുന്ന സമയത്ത് അവിടങ്ങളിൽ വന്നിട്ട് ടോക്സിക് കെട്ടി നിൽക്കും. അതിനെയാണ് നമ്മൾ ഡാമ്പ് എന്ന് പറയാം. ഈർപ്പം കെട്ടി നിൽക്കുന്ന സ്ഥലത്തിനെയാണ് ഡാംപ്നെസ് എന്ന് പറയുക. അപ്പോൾ ഡാംപ്നെസ് എന്ന് പറയുന്ന ഒരു സിംറ്റം അല്ലെങ്കിൽ ഒരു പാറ്റേൺ നമുക്ക് പോകുമ്പോൾ മനസ്സിലാക്കും. എവിടെയെങ്കിലും നീർക്കെട്ടുണ്ടെങ്കിൽ അതൊക്കെ ഡാംപ്നെസ്സിലാണ് പെടുക. അങ്ങനെ ഡാംപ്നെസ് പെടുന്ന സമയത്ത് അത് എർത്തുമായിട്ട് കണക്ട് ചെയ്യുന്നതാണ്. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് സ്പ്ലീനിന്റെ ചീ ഫങ്ഷനാലിറ്റി. ഓക്കെ, അതേമാതിരി തന്നെ നമ്മുടെ ശരീരത്തിനകത്ത് കഫം വരുന്ന സമയത്ത് കഫം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെയിനായിട്ട് ലങ്ങുമായിട്ട് കണക്ട് ചെയ്താണ് പറയുക. പക്ഷെ അതിനകത്ത് മഞ്ഞ നിറത്തിലാണ് വരുന്നതെങ്കിൽ അത് ഡിറൈവ്ഡ് ഫ്രം ദ എർത്ത് എന്നാണ് പറയാം. അപ്പൊ അവിടെ സ്പ്ലീനും സ്റ്റൊമക്കിനും ഇത് വരും. അപ്പൊ നമുക്ക് ഓരോ ക്ലയന്റ് വരുന്ന സമയത്തും അവരുടെ മോഷൻ പോകുന്നത്, അതിന്റെ കളറ്, അതിന്റെ സ്മെല്ല്, ബോഡിയിൽ നിന്ന് വരുന്ന സ്മെല്ല്, അവരുടെ ബോഡി റിസംബ്ലൻസ് ചെയ്യുന്ന കളറ്, കണ്ണ് കാണുന്ന സമയത്ത് കണ്ണിൽ റിസംബ്ലൻസ് ഓഫ് ആ വെള്ള നിറത്തിലുള്ള ഭാഗങ്ങൾ റിസംബ്ലൻസ് ചെയ്യുന്നത്, നഖങ്ങൾ റിസംബ്ലൻസ് ചെയ്യുന്നത്, ഇതെല്ലാം തന്നെ നമുക്ക് ആ ക്ലയന്റ് ഉള്ളിലുള്ള ഇന്റേണൽ ഓർഗൻ വെളിയിലേക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതാണ്. ആ വ്യക്തിക്ക് അത് അറിയാത്തത് കൊണ്ടാണ് നമ്മളടുത്ത് വരുന്നത്. അപ്പം നമ്മളെങ്കിലും ഈ ഓരോ ഡയഗ്നോസിസിനും നമുക്ക് വന്നിട്ട് മാക്സിമം മനസ്സിലാക്കാൻ ശ്രമിക്കണം. ഓക്കെ, ദ സ്പ്ലീൻ ഗവേൺസ് ദ കണക്റ്റീവ് ടിഷ്യൂസ് ആൻഡ് ഹോൾഡ്സ് ദ ഓർഗൻസ് ഇൻ പ്ലേസ്. നമ്മുടെ ശരീരത്തിലെ ഓരോ സാധനങ്ങളും
ഇരിക്കേണ്ട സ്ഥലത്ത് ഇരുത്തേണ്ട റെസ്പോൺസിബിലിറ്റി എർത്തിൻ്റെയാണ്. ഇപ്പം എക്സാമ്പിൾ പറയുകയാണെങ്കിൽ യൂട്രസ് ഇറങ്ങുന്നു, അല്ലെങ്കിൽ പ്രൊലാപ്സ് ആവുന്നു, യൂറിനറി ബ്ലാഡർ വന്നിട്ട് പ്രൊലാപ്സ് ആയി, അല്ലെങ്കിൽ കോങ്കൺ ഉണ്ടായി, അതും അല്ലെങ്കിൽ എന്താ പറയുക ഒരു തൈറോയിഡ് ഉണ്ടായി, അങ്ങനെ നിങ്ങൾ എന്ത് തന്നെ പറയുകയാണെങ്കിലും ശരി, ഒരു ഓർഗൻ ഇരിക്കേണ്ട സ്ഥലത്ത് ഇരിക്കേണ്ട പോലെ ഇരിക്കുന്നില്ലെങ്കിൽ അത് മുഴുവനും വന്നിട്ട് എർത്തിന് ഇംബാലൻസ് ഉറപ്പായിട്ടും കാണാൻ പറ്റും. അപ്പൊ അതുകൊണ്ട് തന്നെ എർത്തിന് വളരെയേറെ പ്രധാനമുണ്ട് നമ്മളെ നിർത്തേണ്ട സ്ഥലത്ത് നിർത്തിക്കേണ്ടത്. ഏത് സാധനം ആയിക്കോട്ടെ അതെല്ലാം തന്നെ എർത്തുമായിട്ട് കണക്ട് ചെയ്യണം. ഓക്കെ, സോ ഇത് ഓപ്പൺ ചെയ്യുന്നത് നിങ്ങൾക്ക് അറിയാം, ലിപ്സിലാണെന്ന് അറിയാം. ഓക്കെ, ലിപ്സിൽ മാനിഫെസ്റ്റ് ചെയ്യും, മൗത്തുമായിട്ട് കണക്ട് ചെയ്യുന്നതാണ്. ആഹാരത്തിൽ നിന്ന് എടുക്കുന്ന എല്ലാ ന്യൂട്രീഷൻസിനും ഒരാൾ വന്നിട്ട് എന്ത് തന്നെ കഴിച്ചു കഴിഞ്ഞാലും ശരീരം പുഷ്ടിപ്പെടുന്നില്ല എന്ന് പറയുകയാണെങ്കിൽ എല്ലാം തന്നെ സ്പ്ലീനിനെയാണ് നമ്മൾ ലുക്ക് ചെയ്യേണ്ടത്. ഒറ്റ മിനിറ്റ് അമ്മ, ചാവി സോറി. അപ്പോൾ സ്പ്ലീനിൻ്റെ ഫങ്ഷൻ നമ്മൾ ഷോർട്ടായി നോക്കുകയാണെങ്കിൽ ബ്ലഡ് പ്രൊഡ്യൂസ് ചെയ്യുന്നതിൽ സ്പ്ലീനിന് വളരെയേറെ ഇമ്പോർട്ടൻസ് ഉണ്ട്. ബ്ലഡ് ഉണ്ടാക്കുന്നത് സ്പ്ലീൻ അല്ല, പക്ഷെ അത് മോണിറ്റർ ചെയ്യുന്നത്, നമ്മുടെ ശരീരത്തിനകത്തുള്ള ബ്ലഡിനെ മോണിറ്റർ ചെയ്യുന്നത് സ്പ്ലീനാണ്. അത് ലിവറിലേക്ക് പറയും. ലിവറിൽ നിന്നാണ് കിഡ്നിക്ക് ഓർഡർ പോയിട്ട് മറ്റേ ബോണിൽ മാരോയിലൂടെ ബ്ലഡ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഓക്കെ, പ്രിവെൻസ് ഹെമറേജ്, പ്രിവെൻസ് വാട്ടർ റിട്ടൻഷൻ. ശരീരത്തിനകത്ത് വാട്ടർ റിട്ടൻഷൻ എവിടെയും ഇല്ലാതിരിക്കണമെങ്കിൽ സ്പ്ലീൻ ഫങ്ഷൻ നന്നായിരിക്കണം. എഡിമ എവിടെ ഇല്ലാതിരിക്കണം എന്നുണ്ടെങ്കിൽ സ്പ്ലീനിൻ്റെ ഫങ്ഷനാലിറ്റിയാണ്. അപ്പോൾ എഡിമ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ അത് സ്പ്ലീനുമായിട്ടും കൂടെ കണക്ട് ചെയ്യണം. നമ്മുടെ വായിലെ സലൈവ കൺട്രോൾ ചെയ്യുന്നത് സ്പ്ലീൻ ആൻഡ് കിഡ്നി കൂടി ചേർന്നിട്ടാണ്. ഡൈജഷന് ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ ഫങ്ഷനാലിറ്റിയും സ്പ്ലീനുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ്. ഒരു ഓർഗൻ ഇരിക്കേണ്ട സ്ഥലത്ത് ഇരിക്കേണ്ട രീതിയിൽ ഇരുത്തേണ്ടത് സ്പ്ലീനിൻ്റെ അല്ലെങ്കിൽ എർത്തിൻ്റെ റെസ്പോൺസിബിലിറ്റിയാണ്. ക്ലിയർ തിങ്കിങ് അത് വന്നിട്ട് സ്പ്ലീനിൻ്റെ ഫങ്ഷനാലിറ്റിയാണ്. അതേമാതിരി ഡയബറ്റിക് ഒക്കെ ഉണ്ടെങ്കിൽ കാലക്രമേണ കുറേ കാലം ഉണ്ടെങ്കിൽ അവരുടെക്ക് ഒരു നല്ല ക്ലിയർ തിങ്കിങ് ഉണ്ടാവില്ല കേട്ടോ. നിങ്ങൾ വീട്ടിൽ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഷുഗർ പേഷ്യൻസ് ഉണ്ടെങ്കിൽ, ഒരുപാട് പ്രായമുള്ളവരാണെങ്കിൽ അവരുടെ തിങ്കിങ് നോക്കൂ, എപ്പോഴും അവർ പോസിറ്റീവ് എടുക്കുന്നതിന് പകരം കൂടുതൽ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ അവരുടെ മൈൻഡിനകത്ത് വെക്കുകയുള്ളൂ. അതെല്ലാം തന്നെ സ്പ്ലീനുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ്. നമ്മുടെ മസിൽസിനെ കൺട്രോൾ ചെയ്യുന്നത് സ്പ്ലീനാണ്. ഇതാണ് ഞാൻ കോൺട്രഡിക്ടറി ഉള്ളതെന്ന് പറഞ്ഞത്. ആദ്യകാലത്തെ പുസ്തകങ്ങളിൽ ശരിക്കും മസിൽസിനെ പറയുക മറ്റേ ലിവർന്ന് കാണും. അപ്പോൾ കൺഫ്യൂഷൻ ആവേണ്ട ആവശ്യമില്ല. നമ്മളിത് പഠിച്ച് വരുന്ന സമയത്ത്, അപ്ഡേറ്റ് ആകുന്ന സമയത്ത് പ്രകൃതിയിലുള്ള എല്ലാം തന്നെ മാറ്റങ്ങൾക്ക് വിധേയമായിട്ടുള്ള ഒന്നാണ്. അപ്പോൾ അതിനനുസരിച്ചുള്ള മാറ്റങ്ങളാണ്. സ്റ്റമക്കിലൂടെ അല്ലെങ്കിൽ വായിലൂടെ എർത്തിലാണ് ഇതിൻ്റെ ഓപ്പനിങ് വരുന്നത് സ്പ്ലീനിന്. പിന്നെ ലിവറിനെ ഗാൻ എന്ന് പറയും, ചീഫ് ഓഫ് സ്റ്റാഫ് അല്ലെങ്കിൽ ജനറൽ. അപ്പോൾ മിലിറ്ററി ആയിട്ട് ബന്ധപ്പെട്ടിട്ടാണ്. പോലീസും മിലിറ്ററിയും രണ്ടെണ്ണം ഉണ്ട്. ഓക്കെ, സോ അങ്ങനെ നമ്മളുടെ ലങ്ങിനെ വേണമെങ്കിൽ പോലീസിൻ്റെ ഒരു കൺസിഡറേഷനിൽ വെക്കാം, പുറത്തുനിന്നുള്ള അറ്റാക്ക് ആണെന്ന് പറഞ്ഞാണെങ്കിൽ പോലും. ഓക്കെ, അത് ഇമ്മ്യൂണിറ്റി ആയിട്ട് വളരെയേറെ ബന്ധപ്പെട്ടിട്ടാണ്. അതേമാതിരി ചീഫ് ഓഫ് സ്റ്റാഫാണ്. ലിവറിൻ്റെ റെസ്പോൺസിബിലിറ്റി എന്ന് പറഞ്ഞാൽ ശരീരത്തിനകത്തുള്ള എല്ലാ മൂവ്മെൻറ്റ്സും, ഫിസിക്കൽ മൂവ്മെൻറ്റ്സ് ആയിക്കോട്ടെ, ബ്ലഡ് സർക്കുലേഷൻ മൂവ്മെൻ്റ് ആയിക്കോട്ടെ, ചീ മൂവ്മെൻ്റ് ആയിക്കോട്ടെ, നമ്മുടെ ശരീരത്തിനകത്ത് കുറേ മൂവ്മെൻറ്റ്സ് ഉണ്ട്, താഴോട്ടും മുകളിലോട്ടും. ഓരോ ഓർഗണിനും വലിച്ചെടുക്കുന്ന സാധനങ്ങൾ താഴോട്ട് എത്തിക്കേണ്ടതും മുകളിലേക്ക് എത്തിക്കേണ്ടതും, ടോക്സിൻ മൂവ്മെൻറ്റ്സ് ആയിക്കോട്ടെ, എല്ലാ മൂവ്മെൻറ്റ്സും ശരീരത്തിനകത്ത് എന്ത് തന്നെ മൂവ്മെൻ്റ് ആയിക്കോട്ടെ, ഇതെല്ലാം തന്നെ ഇതിൻ്റെ പിന്നിലെ ഫങ്ഷൻ ചെയ്യുന്നത് ലിവറിൻ്റെ ചീ മെക്കാനിസമാണ്. ഇറ്റ് മൂവ് ദ ചീ ആൻഡ് സ്റ്റോർസ് ദ ബ്ലഡ്. അതേമാതിരി ബ്ലഡ് സ്റ്റോർ ചെയ്ത് വെക്കുന്നുണ്ട്. ഈ എക്സസ് ആയിട്ടുള്ള ബ്ലഡിനെ ലിവർ സ്റ്റോർ ചെയ്ത് വെക്കും. ഈ മെൻസസ് സൈക്കിൾ സമയത്ത്, സ്ത്രീകളിൽ മെൻസസ് നടക്കുന്ന സമയത്ത് ആരെങ്കിലും എന്തെങ്കിലും ചോദിച്ചോ? ഇല്ലല്ലോ. ബ്ലഡ് വന്നിട്ട് നിങ്ങൾക്ക് ബ്ലീഡിങ് നടക്കുന്നതൊക്കെ വന്നിട്ട് ലിവറിൽ ഇതിനു വേണ്ടി സ്റ്റോർ ചെയ്ത് വെച്ചാൽ ബ്ലഡിനെയാണ് ഉപയോഗിക്കുക. ഓക്കെ, അതല്ലാണ്ട് നിങ്ങളുടെ സർക്കുലേഷനിലുള്ള ബ്ലഡിനെ പെട്ടെന്ന് അങ്ങനെ പുറന്തള്ളതല്ല, അത് ലിവറിലാണ് സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ടാവുക. ആ ലിവറിലൂടെ മാത്രമേ നമ്മുടെ ശരീരത്തിനകത്തുള്ള നിങ്ങളുടെ ഓവമിനെ പുറന്തള്ളാൻ ഉപയോഗിക്കുന്നത്. അതേമാതിരി നിങ്ങളൊരു കാര്യം മനസ്സിലാക്കിയോളാം, നിങ്ങളുടെ ശരീരത്തിനകത്ത് മോഷനിലൂടെ ബ്ലഡ് പോകുന്നുണ്ട്, വൊമിറ്റ് ചെയ്യുമ്പോൾ ബ്ലഡ് പോകുന്നുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒന്ന് അതൊരു ഡേഞ്ചറസ് ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നത് അല്ലാതെ നമ്മുടെ TCMൽ പറയുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, നമ്മുടെ ശരീരത്തിനകത്ത് ജീവനുള്ള ടോക്സിൻസ് ഏത് സാധനത്തിനെ കളയണം എന്നുണ്ടെങ്കിൽ ബ്ലഡിലൂടെ കളയാൻ പറ്റുള്ളൂ. പറഞ്ഞു വരുന്നത് മനസ്സിലാവുന്നുണ്ടോ?
നമ്മുടെ ശരീരത്തിനകത്ത് ജീവനുള്ളതും ജീവനില്ലാത്തതുമായിട്ടുള്ള ടോക്സിക് ഉണ്ട്. ഓക്കെ, നമ്മൾ ഉദ്ദേശിക്കുന്ന ജീവൻ മറ്റേ ജീവൻ തന്നെ പിന്നെയും നമുക്ക് സബ് ഡിവൈഡ് ചെയ്യാൻ പറ്റും. ജനറലി മനസ്സിലാക്കിക്കോളാം, ജീവനുള്ള ടോക്സിൻസ് പോകണമെന്നുണ്ടെങ്കിൽ ബ്ലഡിലൂടെ പോകാൻ പറ്റും. ഓക്കെ, അത് നിങ്ങൾ മൈൻഡിനകത്ത് വെച്ചോളൂ, പിന്നീട് എപ്പോഴെങ്കിലും നിങ്ങൾക്ക് ഇത് ഉപയോഗമാവും. ഓക്കെ, ഒന്നും കൂടി ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാമോ സർ? നമ്മുടെ ശരീരത്തിനകത്ത് ജീവനുള്ള ടോക്സിൻസ് പുറത്ത് കളയണമെന്നുണ്ടെങ്കിൽ ബ്ലഡിലൂടെ കളയാൻ പറ്റുള്ളൂ. ഓക്കെ, അത് സ്റ്റോർ ചെയ്ത ബ്ലഡിലൂടെ അതിനെ കൺസിഡർ ചെയ്യണ്ട. ജീവനുള്ള ശരീരത്തിനകത്ത് ഒരു ജീവനുള്ള ടോക്സിൻ അല്ലെങ്കിൽ ആവശ്യമില്ലാത്ത ഒരു സാധനം ഉണ്ട്, ജീവനുള്ളത്. ആ സാധനം പുറത്ത് പോകണമെങ്കിൽ ഉറപ്പായിട്ടും ബ്ലഡിൽ കൂടെ മാത്രമേ പുറത്തേക്ക് കളയാൻ പറ്റത്തുള്ളൂ. ഇത്ര മാത്രം മനസ്സിലാക്കി വെക്കും, നമുക്ക് പിന്നീട് നിങ്ങൾക്ക് അത് ഉപയോഗം വരും. ഓക്കെ, മോഷൻ പോവുകയാണെങ്കിൽ, അതായത് ഒരു ഇഞ്ചുറി ഒക്കെ ആയിട്ടല്ല ഞാൻ പറയുന്നത്, അതല്ലാതെ ഇപ്പൊ ഒരു ആക്സിഡന്റ് ആകുന്ന സമയത്ത് കാതിലൂടെയും മൂക്കിലൂടെയും ബ്ലഡ് വരുന്നതല്ല ഞാൻ പറയുന്നത്. അതേമാതിരി തന്നെ ഫിസ്റ്റുല ഉണ്ട്, പൈൽസ് ഉണ്ട്, അവിടെ വന്നിട്ട് വ്രണമായിട്ട് പൊട്ടിയിട്ട് മോഷനിലൂടെ ബ്ലഡ് പോകുന്നതിനെ കുറിച്ചല്ല ഞാൻ പറയുന്നത്. അതല്ലാതെ നിങ്ങളുടെ ശരീരത്തിനകത്ത് ജീവനുള്ള ടോക്സിൻസ് ഉണ്ട്. ഇപ്പോൾ ഓവം എന്ന് പറയുന്ന സാധനത്തിനകത്ത് അത് ജീവന്റെ എനർജി സ്റ്റോർ ചെയ്യുന്ന സാധനമാണ് അല്ലേ? ആണോ? അതെ. അതുകൊണ്ട് ആ സാധനം കളയാനാണ്. അത് കളയണമെങ്കിൽ അതിനകത്ത് ജീവനുണ്ട്. അത് സാധാരണ വേറെ ഏതെങ്കിലും കൂടെ ഡിസ്ചാർജ് ചെയ്യാൻ പറ്റില്ല, ബ്ലഡിലൂടെ മാത്രമേ ഡിസ്ചാർജ് ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് ആ സമയത്ത് ബ്ലഡ് പുറത്തു പോകുന്നത്. അതിനെ തടഞ്ഞു നിർത്താൻ പാടില്ല. അപ്പൊ സാർ ഇല്ല സാർ, എനിക്ക് കുറച്ച് ബ്ലഡ് കൂടുതൽ വരുന്നുണ്ട്, അതിനകത്ത് ജീവനുള്ള വേറെ എന്തൊക്കെയോ ടോക്സിൻസ് ഉണ്ട്, അത് പോകാൻ വേണ്ടിയിട്ട് വരുന്നതാണ്. ഓക്കെ, ഇത് കുറെ കാര്യങ്ങൾ നിങ്ങൾക്ക് കമ്പയർ ചെയ്യുമ്പോൾ ഉപയോഗിക്കാൻ പറ്റും. തൽക്കാലം നമ്മുടെ സബ്ജക്റ്റ് അതല്ലാത്തതുകൊണ്ടാണ് നിങ്ങളിത് മനസ്സിനകത്ത് ഓർമ്മിച്ച് വെക്കാൻ പറയുന്നത്. ഓക്കെ, നമ്മളെ ബൈൽ പ്രൊഡ്യൂസ് ചെയ്യുന്നതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് ലിവർ. ബൈൽ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് നമ്മൾ കഴിക്കുന്ന ആഹാരത്തിൽ ഫാറ്റിനെ ഡൈജസ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, ഈ ബൈൽ വന്നിട്ട് രാത്രി സമയങ്ങളിലാണ് കൂടുതൽ ശരീരത്തിനകത്ത് പ്രൊഡ്യൂസ് ചെയ്യുക. അപ്പോൾ ആ പ്രൊഡ്യൂസ് ചെയ്യുന്നത് എക്സസ് ബൈൽസ് എവിടെ ഉണ്ടാവും വെച്ചാൽ നമ്മുടെ ഈ സ്മോൾ ഇൻറ്റസ്റ്റൈൻ്റെ ഭാഗങ്ങളിൽ ഉണ്ടാവും. അപ്പം രാവിലെ എഴുന്നേറ്റ ഉടനെ നമ്മൾ ഫുഡായിട്ടുള്ള ഒരു സാധനവും കഴിക്കാൻ പാടില്ല, മറിച്ച് ഈ എക്സസ് ബൈൽസിനെ പുറന്തള്ളണം. നമ്മുടെ സബ്ജക്റ്റ് അല്ല, എന്നാലും ഞാനിത് പറഞ്ഞു പോവാണ്. അങ്ങനെയുള്ള സമയങ്ങളിൽ രാവിലെ എഴുന്നേറ്റ ഉടനെ ഒരു 1/2 ഗ്ലാസ് ചുടുവെള്ളത്തിൽ സ്വല്പം ചെറുനാരങ്ങ പിഴിഞ്ഞിട്ട് ഒരു 3 തേന് ചേർത്തുക. ഷുഗർ ഉള്ളവരാണെങ്കിൽ ഒരു 1/4 ടീസ്പൂൺ, അല്ലാത്തവരാണെങ്കിൽ 1/2 ടീസ്പൂണോ 1 ടീസ്പൂണോ നിങ്ങൾ ഹോട്ട് വാട്ടർ ലെമൺ ഹണി എന്ന് പറയും, അത് കഴിക്കുന്നതാണ് ഏറ്റവും അത്യുത്തമം. അത് കഴിഞ്ഞിട്ട് ഒരു 15 മിനിറ്റോ മറ്റോ കഴിഞ്ഞിട്ട് നിങ്ങൾ വേറെ എന്തെങ്കിലും കഴിക്കുന്നതാണ് നിങ്ങളുടെ ശരീരത്തിന് നമുക്ക് ചെയ്യാൻ പറ്റാവുന്ന ഒരു വൺ ഓഫ് ദ എന്താ പറയുക നല്ല കാര്യം. ഓക്കെ, കൂടുതലൊന്നും ഇതിനകത്ത് ചോദിക്കരുത്, നമ്മുടെ ഫുഡും ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ക്ലാസ് അല്ല അത്, TCMൻ്റെ ഇതാണ്. പക്ഷേ സ്റ്റിൽ എനിക്ക് പറയണം തോന്നി, ആരെങ്കിലും ഉപയോഗിക്കുകയാണെങ്കിൽ അവരുടെ ശരീരം നന്നായിരിക്കാൻ ഒരു ഉപാധി ആയിക്കോട്ടെ. അത് നേരെ കണ്ണിലേക്കാണ് വരുന്നത് എന്നുള്ളത് നമുക്കറിയാം. അപ്പോൾ അയ്യുമായിട്ട് ബന്ധപ്പെട്ടിട്ട് അയ്യിൽ വരുന്ന കണ്ണുനീരൊക്കെ വന്നിട്ട് ലിവർ ടോക്സിക് ആണെന്ന് പറയാം. നമ്മൾ ഇതിന് ആൾറെഡി ഓർഗനുകൾ മറ്റേ ലിവറിനെ കുറിച്ച് പറയുമ്പോൾ ഇതിനു മുമ്പ് ഞാൻ ഇതിനെക്കുറിച്ച് കുറേ കാര്യങ്ങൾ പറഞ്ഞതാണ് അല്ലേ? അതുകൊണ്ട് നമ്മൾ കൂടുതൽ ഇത് എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. പാത്തോജനിക്, അതായത് കാറ്റാണ്, വിൻഡാണ് ലിവറിനെ എഫക്റ്റ് ചെയ്യുന്ന പ്രധാനപ്പെട്ട എക്സ്റ്റേണൽ പാത്തോജനിക് ഇൻഫ്ലുവൻസ് വരുന്നത്. അതുകൊണ്ടാണ് ലിവർ ഡിസീസ് ഒക്കെ ഏറ്റവും കൂടുതൽ കാറ്റ് കാലത്ത് ഒരുപാട് സംഭവിക്കും. ഈ ചൂട് കാറ്റ് വരുന്ന സമയത്താണ് ലിവറായിട്ട് ബന്ധപ്പെട്ടിട്ട് കൂടുതൽ ഇഷ്യൂസ് വരിക. ഓക്കെ, ലിവർ നീഡ്സ് മോയ്സ്ചർ ആൻഡ് കിഡ്നി ഇൻ. ഓക്കെ, കിഡ്നി ഇന്നും ലിവറും കൂടെ ഉണ്ടെങ്കിൽ മാത്രമേ മോയ്സ്ചറൈസേഷൻ നടക്കത്തുള്ളൂ. അപ്പോൾ ലിവറിന് എപ്പോഴും വന്നിട്ട് എന്തുണ്ടാകാൻ പാടില്ല, നമ്മളൊരു മരം നന്നായി വളരണമെങ്കിൽ വെള്ളം ഒരുപാട് ഉണ്ടാകാൻ പാടില്ല, പക്ഷെ ചെറിയൊരു നനവ് എപ്പോഴും വേരിൻ്റെ ഭാഗത്ത് ഉണ്ടാവണം എന്ന് പറയുന്നത് പോലെ തന്നെ ലിവർ എപ്പോഴും എന്തുണ്ടാവണം, ചെറിയൊരു മോയ്സ്ചർ ഉണ്ടാവണം. അത് കിഡ്നി ഇന്നിൻ്റെ സഹായത്താലാണ് ഉണ്ടാവുക. ലിവറിൽ ഉണ്ടാകുന്ന ഡിസ്ഹാർമണീസ് വന്നിട്ട് സ്റ്റാഗ്നേഷൻ, അതായത് ഏതെങ്കിലും മൂവ്മെൻറ്റ് തടസ്സമുണ്ടാവും. അതല്ലെങ്കിൽ എക്സസ് ആണെങ്കിൽ ഇറിറ്റേഷൻ ആയിട്ടോ ദേഷ്യമായിട്ടോ ഒക്കെ റിസംബ്ലൻസ് ഉണ്ടാവും. ഓക്കെ, നമ്മുടെ ശരീരത്തിനകത്ത് വേണ്ട ബ്ലഡ്, പ്രത്യേകിച്ച് മെൻസ്ട്രേഷന് വേണ്ട ബ്ലഡൊക്കെ സ്റ്റോർ ചെയ്ത് വെക്കുന്നത് ലിവറാണ്. ഓപ്പൺസ് ചെയ്യുന്നത് കയ്യിലാണ്. നമ്മുടെ ടെൻഡൻസുമായിട്ട്,
സ്ന്യൂസ് എന്ന് പറഞ്ഞ ഉദ്ദേശിക്കുന്നത് നമ്മളിവിടെ ടെൻഡൻ ആണ്, മസിൽസിനെയും ബോണിനെയും തമ്മിൽ കണക്ട് ചെയ്യുന്ന സാധനമാണ് ടെൻഡന്. അതായത് ചീ ഫ്ലോനെ കൺട്രോൾ ചെയ്യുന്നു. നഖത്തിലാണ് ഇതിന്റെ റിസംബ്ലൻസ് വരിക. അതായത് ഹൗസ് ഓഫ് ദ എറ്റേണൽ സോൾ ഫോർ പ്ലാനിങ് ആൻഡ് എൻവിയോസിങ്. അതായത് നമ്മളുടെ ആത്മീയ പാതയിലേക്ക് പോവുകയാണെങ്കിലും തന്നെ നമ്മളൊരു പ്ലാനിങ് ഒക്കെ ചെയ്യുകയാണെങ്കിലും ശരി, അത് ഇംപ്ലിമെന്റ് ഒക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ ലിവർ ചീയും കൂടെ നന്നായിരിക്കണം. അതല്ലെങ്കിൽ വെറുതെ പ്ലാൻ ഇടും, ഒന്നും നടക്കത്തില്ല അവിടെ. ഓക്കെ, കിഡ്നി എന്ന് പറയുന്നത് റൂട്ട് ഓഫ് ലൈഫാണ്. നഖത്തിന്റെ പറഞ്ഞ എന്താ? നഖത്തിൽ വരുന്നത് നമ്മൾ ആൾറെഡി പറഞ്ഞാണല്ലോ ഒരിക്കൽ ഇതൊക്കെ. നിങ്ങളുടെ നഖത്തിലാണ് ലിവറിന്റെ ചീ എനർജി റിസംബ്ലൻസ് ചെയ്യാന്ന് പറയാം. അപ്പൊ ലിവർ വന്നിട്ട് നമ്മുടെ നഖത്തിൽ നോക്കുമ്പോൾ നഖത്തിൽ ലൈൻസോ അല്ലെങ്കിൽ ബ്ലാക്ക് ഷെയ്ഡോ, അതല്ലെങ്കിൽ നഖങ്ങൾ പൊട്ടിപ്പോവുക, അല്ലെങ്കിൽ ശരിക്കും വളരാതിരിക്കുക, ഇതൊക്കെ തന്നെ മാനിഫെസ്റ്റേഷൻ പറയുന്നത് ലിവർ ചീ ഇംബാലൻസ് ഉണ്ടെന്നാണ്. ഓക്കെ, ഇത് ആൾറെഡി ഞാൻ പറഞ്ഞതാ, കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, സോ നമ്മുടെ കിഡ്നി എന്ന് പറയുന്നത് റൂട്ട് ഓഫ് ലൈഫാണ്. ഓക്കെ, നമ്മുടെ പ്രീനാറ്റൽ ചീ സ്റ്റോർ ചെയ്യുന്നതാണ്, മിനിസ്ട്രി ഓഫ് പവർ എന്നാണ് പറയുക. സോ നമ്മുടെ കിഡ്നി K1 പോയിന്റിന് തന്നെ ലൈഫ് സേവിങ് പോയിന്റ് എന്നാണ് പറയാറ്. സോ അതിനോട് തന്നെ റൂട്ട് ഓഫ് ലൈഫ് അല്ലെങ്കിൽ മിനിസ്ട്രി ഓഫ് പവർ എന്ന് പറയും. കിഡ്നി ഈസ് റൂട്ട് ഓഫ് ദ ലൈഫ്. റീപ്രൊഡക്ഷൻ, നമുക്ക് ശേഷം നമുക്ക് അടുത്ത തലമുറകൾ വരണമെന്നുണ്ടെങ്കിൽ ബാക്കി എർത്തും വുഡും ഒക്കെ വേണമെങ്കിൽ പോലും അവിടെ ഏറ്റവും പ്രധാനമാണ് ലിവറിലെ വാട്ടറിലെ ചീ അല്ലെങ്കിൽ കിഡ്നി ചീ എന്ന് പറയുന്നത്. അതാണ് ജിങ് സ്റ്റോർ ചെയ്യുന്നത്. ദ എസൻസ്, ജീവിതത്തിന് വേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ജിങ് അല്ലെങ്കിൽ എസൻസിനെ സ്റ്റോർ ചെയ്യുന്നത് ഈ കിഡ്നിയിലാണ്. ആൻഡ് ഈസ് ദ ബേസ് ഓഫ് ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ്. നമ്മുടെ ശരീരത്തിന് വേണ്ട വളർച്ചയും ഡെവലപ്മെന്റിന് എല്ലാം വേണ്ട പ്രധാനപ്പെട്ട ജിന്നും എസൻസും ഒക്കെ സ്റ്റോർ ചെയ്യുന്നത് കിഡ്നിയിലാണ്. ഇറ്റ് റൂൾസ് വാട്ടർ ഇൻ ആസ്പെക്ട്സിലാണ് പറയുന്നത്. ഇൻ എന്ന് പറയുന്നത് വാട്ടർ ആണല്ലോ, മറ്റേ യാങ് എന്ന് പറയുമ്പോൾ വാമപ്പാണ്. അപ്പോൾ കിഡ്നി ഇന്ന് നമ്മുടെ ശരീരത്തിനെ തണുപ്പിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ മോയ്സ്ചറൈസ് ചെയ്യുന്ന സമയത്ത് കിഡ്നി യാങ് വന്നിട്ട് നമുക്ക് വാം തരുന്നു. ഇതാണ് മെയിനായിട്ട് പറയാം. മെന്റൽ ആക്ടിവിറ്റി ആൻഡ് സെക്ഷൽ പൊട്ടൻഷി മിങ് മെൻ ഹൂ ഫയർ ഓഫ് ദ ഗേറ്റ് ഓഫ് ലൈഫ് ഫ്രം യാങ് ആസ്പെക്ട്സ്. അതായത് നമ്മുടെ ശരീരത്തിനകത്ത് വേണ്ട പ്രധാനപ്പെട്ട സോഴ്സസ് എന്നൊക്കെയാണ് നമ്മുടെ മെന്റൽ ആക്ടിവിറ്റീസ്. അത് വാട്ടറുമായിട്ട് കണക്റ്റഡ് ആണ്. അതേമാതിരി തന്നെ നമ്മുടെ സെക്ഷൽ ലൈഫിൽ ഉണ്ടാകുന്ന പലതരത്തിലെ ബുദ്ധിമുട്ടുകൾ, അതെല്ലാം വാട്ടറിന്റെ ബാലൻസ് കറക്റ്റ് ആയിരിക്കണം. ഓക്കെ, അതേമാതിരി തന്നെ നമ്മുടെ ശരീരത്തിനകത്ത് വാം നിലനിൽക്കണം എന്നുണ്ടെങ്കിൽ അവിടെയും കിഡ്നി യാങ് വേണം. ഓക്കെ, കിഡ്നിയാണ് നമ്മുടെ ബോണിനെ നറിഷ് ചെയ്യുന്നത്. ആ ബോണാണ് നമ്മുടെ സ്ട്രക്ചറിനെ ഡിസൈൻ ചെയ്യുന്നത്. അതേമാതിരി തന്നെ ജോയിൻസിനെ കൺട്രോൾ ചെയ്യുന്നത്. എന്താ പറയുക, ആരെങ്കിലും കൈ ഉയർത്തിയിട്ടുണ്ടായിരുന്നോ? എന്തെങ്കിലും സംശയം ചോദിക്കാൻ? ഓക്കെ, ഇടയിലിടയിൽ ഒരു ഇത് വരുന്നുണ്ട്. ഓക്കെ, ചോദിച്ചത് മാത്രം. അപ്പൊ നമ്മുടെ ബോൺസ്, ജോയിൻസ്, പല്ലുകളെല്ലാം തന്നെ കൺട്രോൾ ചെയ്യുന്നത് കിഡ്നിയാണ്. അപ്പൊ നിങ്ങളുടെ പല്ലുകൾ പെട്ടെന്ന് കൊഴിഞ്ഞു പോകുന്നു അല്ലെങ്കിൽ പല്ലുകളിലൊക്കെ കേട് വരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് മുട്ടായി മാത്രം കഴിച്ചതിൻ്റെയോ പല്ല് തേക്കാത്തതിൻ്റെയോ കുഴപ്പമല്ല. വാട്ടറിൽ ഉണ്ടാവും, നിങ്ങളുടെ ബോഡിയിൽ ഉണ്ടാവുന്ന വാട്ടർ മെറ്റബോളിസത്തിലെ ഇഷ്യൂസും കൊണ്ട് ആണ് ഒരു കാരണം. അതേമാതിരി തന്നെ ജോയിൻസ് വേദന, ഒട്ടുമിക്കപ്പോഴും നമ്മൾ പറയാറുള്ളത് ജോയിന്റിൽ ഫ്ലൂയിഡിറ്റി ഇല്ല. ഫ്ലൂയിഡ് എന്ന് പറഞ്ഞാൽ വെള്ളം തന്നെയാണ്. അതേമാതിരി തന്നെ മറ്റേ എല്ല് തേയ്മാനം, ഇതെല്ലാം തന്നെ വാട്ടർ ഇംബാലൻസ് തന്നെയാണ്. അതേമാതിരി തന്നെ അത് കാതിലാണ് ഓപ്പൺ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ ശരീരത്തിന്റെ സന്തുലിതാവസ്ഥ ഈ വാട്ടറുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് കിടക്കുന്നത്. ഓക്കെ, അത് തലമുടി, നമ്മുടെ തലമുടി വന്നിട്ട് റിസംബ്ലൻസ് ചെയ്യുന്നത് കിഡ്നിയുടെ ചീയുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ്. ഓക്കെ, അതേമാതിരി പ്രായമാകുന്ന സമയത്ത് വളരെ പെട്ടെന്ന് തന്നെ കിഡ്നി എനർജി വീക്കണാവും. അങ്ങനെ കിഡ്നി എനർജി വീക്കണാകുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കലി ഒരുപാട് ബോഡിനകത്ത് ഒന്ന് വിട്ട് മാറിയിട്ടുള്ള ഇഷ്യൂസ് വരും. ഓക്കെ, നമ്മുടെ ശരീരത്തിന്റെ ഗ്രോത്ത് പ്രോപ്പറായ സമയങ്ങളിൽ നമുക്കൊരു 10 വയസ്സുള്ള സമയത്ത് 10 വയസ്സ് പോലെ തന്നെ തോന്നണം. ഒരു 15 വയസ്സ്, നമ്മുടെ ഓരോ ഏജിലും നമ്മുടെ റിസംബ്ലൻസ് എല്ലാം തന്നെ ഈ വാട്ടറിന്റെ ചീയുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ്. ഇപ്പൊ ചില കുട്ടികളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ 10ാം ക്ലാസ്സിലോ 12ാം ക്ലാസ്സിലോ പഠിക്കുന്നുണ്ടാവും. പക്ഷെ കാണുന്ന സമയത്ത് നോക്കിക്കഴിഞ്ഞാൽ 4ലും 5ലൊക്കെ ആണെങ്കിൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് ഏതോ ഒരു രീതിയിൽ വാട്ടറിന്റെ
അല്ലെങ്കിൽ വാട്ടറിന്റെ എനർജി ഇംബാലൻസ് ഉണ്ട്, ഗ്രോത്തിനെ അത് ബാധിക്കുന്നുണ്ട് എന്ന അർത്ഥമാണ്. അതേപോലെ തന്നെ 10 വയസ്സ് 12 വയസ്സാകുമ്പോൾ തന്നെ ആ കുട്ടി വന്നിട്ട് ഒരുപാട് ഏജ് ഉള്ള പോലെ കാണുന്ന സമയത്തും തന്നെയാണ് ഒന്ന് ഡെഫിഷ്യൻസിയും ഒന്ന് എക്സസ് ആണെന്നേ ഉള്ളൂ വ്യത്യാസം. ഓക്കെ, നമ്മുടെ ഇടുപ്പിന് താഴെയുള്ള ഓർഫീസ്, അതായത് കാലുകൾ പ്രധാനമായിട്ടും വാട്ടറിന്റെ കൺട്രോളിലാണ്. അതുകൊണ്ട് തന്നെ വാട്ടർ ഇംബാലൻസ് വരുന്ന സമയത്ത്, വാട്ടറിന്റെ വീക്ക്നെസ് വരുന്ന സമയത്ത്, സയാറ്റിക്ക പെയിൻ ഒക്കെ പറയുന്ന സമയത്ത് നമ്മൾ സയാറ്റിക്ക നെർവിനെ മാത്രമേ ഫോക്കസ് ചെയ്യാറുള്ളൂ. അതെല്ലാം തന്നെ വാട്ടറിന്റെ ഇംബാലൻസും കൂടിയിട്ടാണ്. പ്രായമായവരിൽ കാലിൽ ഭാരം കൂടുതലാവുന്നത് ഈ ഇടയ്ക്ക് ഏതോ ഒരു വ്ളോഗിലോ മറ്റോ വായിച്ചിട്ടുണ്ടായിരുന്നു. നമ്മുടെ മരണത്തിന്റെ, അതായത് നോർമൽ ലൈഫിൽ ഒരു മരണം സംഭവിക്കുന്ന സമയത്ത് ആദ്യം അതിന്റെ റിസംബ്ലൻസ് ആണത്രേ നമ്മുടെ കാലുകളാണത്രേ വീക്ക്നെസ് ആവുക. സോ അപ്പൊ എന്താണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്? നമ്മുടെ മരണത്തിന് കാരണം വാട്ടർ ഇംബാലൻസ് ആണ്. നമ്മൾ ജനിക്കുന്ന കുട്ടിയിൽ 80% ശരീരം വെള്ളം കൊണ്ട് നിർമ്മിച്ചിരിക്കുന്നതാണ്. നമ്മുടെ ഭൂമിയിൽ മറ്റേ ഔട്ടർ ലെയറിൽ 80% സ്ഥലം ഒക്കുപ്പൈ ചെയ്തിരിക്കുന്നത് വെള്ളമാണ്. അപ്പൊ അത് പ്രോപ്പറാണ്. അപ്പൊ ഈ വാട്ടറിന്റെ ഇംബാലൻസ് കുറഞ്ഞു വരുന്തോറും നമ്മൾ എന്ത് സംഭവിക്കുന്നു? നമുക്ക് മരണത്തിലേക്കുള്ള ചവിട്ടുപടിയാണ് ശരീരത്തിനകത്ത് നമ്മുടെ വാട്ടറിന്റെ ഇംബാലൻസ് വരുന്നത്. അപ്പൊ ഈ ഭൂമിയിലും അതേമാതിരി തന്നെയാണ്. ഔട്ടർ സർഫേസിലുള്ള വെള്ളത്തിന്റെ അളവ് കുറയും തോറും നമ്മുടെ ഇവിടുത്തെയും ഭൂമിയുടെ നിലനിൽപ്പിനും അത് ബാധിക്കും. ഓക്കെ, നമ്മളിപ്പോ ചന്ദ്രനിലും ചൊവ്വയിലും ഒക്കെ എന്താ അന്വേഷിക്കുന്നത്? ആദ്യം നോക്കുന്നത് എന്താണ്? വെള്ളം കിട്ടുമോ എന്നാണ് നോക്കുന്നത്. വേറെ ഒന്നും നോക്കാനില്ല. ആദ്യം അവര് അറിയേണ്ടത് വെള്ളം കിട്ടുമോ. എന്തിനു വേണ്ടിയിട്ടാണ്? ഇന്നല്ലെങ്കിൽ നാളെ മനുഷ്യനാൽ ഭൂമി നശിക്കുന്നുള്ളത് അവർക്കറിയാം. അപ്പോൾ പണ്ട് മറ്റേ നമ്മൾ പണ്ടത്തെ പുരാണങ്ങൾ വായിച്ച പോലെ നോഹയുടെ കപ്പലിൽ വന്നിട്ട് എല്ലാ ജീവജാലങ്ങളെയും വിട്ട് രക്ഷപ്പെടുത്തിയതുപോലെ ഇവിടെ നിന്നുള്ള ജീവജാലങ്ങളെ എങ്ങനെയെങ്കിലും കാലം നിന്ന് പോകാൻ വേണ്ടിയിട്ടാണ് വേറൊരു ഗ്രഹത്തിനെ തിരയുകയും അത് തിരഞ്ഞ് അവിടെ ജീവിക്കാൻ പറ്റുന്നത് കണ്ടു കഴിഞ്ഞാൽ ഇവിടുന്ന് കുറെ സെലക്റ്റീവ് ആയിട്ടുള്ള കുറെ സ്പീഷ്യസിനെ കൊണ്ടുപോയിട്ട് അവരവിടെ ഇറക്കാൻ വേണ്ടിയിട്ടാണ് ഇതൊക്കെ അന്വേഷിക്കുന്നത്. ഓക്കെ, കാതിലാണ് ഇതിന്റെ ഓപ്പണിംഗ് വരുന്നത്. തലമുടിയുമായിട്ട് ബന്ധപ്പെട്ടിട്ട് കിഡ്നിയുടെ ചീ കണക്റ്റഡ് ആണ്. ഓക്കെ, ലങ്ങിന്ന് കിട്ടുന്ന ചീ ആണ് ആക്ച്വലി കിഡ്നിക്കും കൂടി കിട്ടുന്നത്. നമ്മുടെ ശരീരത്തിലെ വാട്ടർ മറ്റേത് ലങ് മാനേജ് ചെയ്തത് വന്നിട്ട് വാട്ടർ പാസേജിന്റെ മെറ്റബോളിസത്തിനെ കറക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ശരീരത്തിന്റെ വെള്ളത്തിന്റെ അളവിനെ നിലനിർത്തുന്നതിന് ഏറ്റവും പ്രധാനമായിട്ട് കിഡ്നിയാണ്. അതേ നമ്മുടെ എസൻസ് സ്റ്റോർ ചെയ്യുന്നത് കിഡ്നിയിലാണ്. ഓക്കെ, വിൽ പവർ, നമ്മളുടെ വിൽ പവർ വന്നിട്ട് അത് നമ്മൾ പറയില്ലേ, എന്തൊരു മനസ്സ് കരുത്ത്, എന്താ പറയാ, ഒന്നിനും പതറാത്ത ആളുകൾ എന്ന് പറയില്ലേ, മനസ്സ് കട്ടി എന്നൊക്കെ പറയില്ലേ, അതൊക്കെ വന്നിട്ട് കിഡ്നി നന്നായിരുന്നാൽ മാത്രമേ വിൽ പവർ നന്നായിരിക്കുള്ളൂ. കിഡ്നിയുടെ ചീ കുറയുന്ന സ്വരം ഭയമായിട്ട് അത് റിസംബ്ലൻസ് ചെയ്യും. പേടി കൂടുതലാണ്, എല്ലാത്തിനും ഭയമാണ്. നാളെ കുറിച്ച് ഭയമാണ്, വീട്ടിൽ നിന്ന് പുറത്ത് ആരെങ്കിലും പോയാൽ ഭയമാണ്. ഈ ഭയം ഉണ്ടെങ്കിൽ അതിന്റെ അർത്ഥം വന്നിട്ട് നിങ്ങളുടെ വാട്ടർ ചീ ഇംബാലൻസ് ആവുന്നു. അപ്പൊ നിങ്ങൾ ഏതെങ്കിലും ഒരാളിനെ സ്ഥിരമായി ഭയപ്പെടുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പൊ വീട്ടിലൊരു കുട്ടി വളർത്തുന്നു, ആ കുട്ടി വന്നിട്ട് അച്ഛൻ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഭയമാണെന്ന് വെക്കാം. അച്ഛൻ വരുന്നു എന്ന് കേട്ട അച്ഛന്റെ പേര് പറഞ്ഞാലൊക്കെ ഭയപ്പെടുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നിങ്ങൾ അത് ഭയം കൊണ്ടുവന്നാലും അത് ക്രിയേറ്റ് ചെയ്യപ്പെട്ടാലും വാട്ടർ ഇംബാലൻസ് ആണ്. അതേപോലെ തന്നെ ഏതൊന്നിനെയും നിങ്ങൾ ഒരുപാട് ഭയന്നു കഴിഞ്ഞാലും നാളെ നിങ്ങൾക്ക് എന്ത് സംഭവിക്കും? ഞാൻ മരിച്ചു കഴിഞ്ഞാൽ എൻ്റെ കുട്ടികൾക്ക് എന്ത് സംഭവിക്കും? എൻ്റെ ഭാര്യയ്ക്ക് എന്ത് സംഭവിക്കും? ഭർത്താവിന് എന്ത് സംഭവിക്കും? ഈ ഭയം എല്ലാം തന്നെ ഭയമാണെങ്കിൽ അതൊക്കെ ഉറപ്പായിട്ട് നിങ്ങളുടെ വാട്ടർ ചീനെ എഫക്ട് ചെയ്യും. പ്രൊഡ്യൂസസ് മാരോ, ഫിൽ അപ്പ് ദ ബ്രെയിൻ, കൺട്രോൾസ് ദ ബോൺ. അതായത് നമ്മുടെ ശരീരത്തിനകത്ത് മാരോ ഫുൾ കവർ ചെയ്യുന്നത് കിഡ്നിയാണ്. ബ്രെയിൻ എന്ന് പറയുന്ന സാധനത്തിനെ കൺട്രോൾ ചെയ്യുന്നത് കിഡ്നിയാണ്. ബോൺസിനെ, ജോയിൻസിനെ എല്ലാം കൺട്രോൾ ചെയ്യുന്നത് ഇതാണ്. ഓക്കെ, നമ്മുടെ എന്താ പറയാ, നമ്മളുടെ സ്നേഹം വരണമെങ്കിൽ ഒരു ശരീരത്തിനകത്ത്, ഇപ്പൊ ഒരു ഭാര്യയും ഭർത്താവും തമ്മിൽ ബന്ധപ്പെട്ട് ഒരു കുഞ്ഞിനെ ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ നിങ്ങളിനകത്ത് ഒരു വാം, ഒരു ചൂട്, പ്രത്യേക തരത്തിലുള്ള ചൂട് ക്രിയേറ്റ് ചെയ്യണം. ഓക്കെ, ആ ചൂട് ക്രിയേറ്റ് ചെയ്യുന്നത് കിഡ്നിയാണ്. അതാണ് മിങ്മെൻ ഫയർ എന്ന് പറയുന്നത്. ഓക്കെ, നമ്മുടെ ശരീരത്തിന് ഇപ്പൊ നമ്മളൊരു കമ്പ്യൂട്ടർ എടുത്തു കഴിഞ്ഞാൽ ആ കമ്പ്യൂട്ടറിനകത്ത് കുറെ ഇപ്പോഴെല്ലാം വരുന്നത് വന്നിട്ട് സർക്യൂട്ട് ബോർഡാണ്. പക്ഷെ ഈ സർക്യൂട്ട് ബോർഡിൽ പലതരത്തിലുള്ള ഫങ്ഷണൽ ഓർഗൻസ് ഉണ്ട്, സർക്യൂട്ട്സ് ഉണ്ട്. ഇതെല്ലാം കൂടി ചേർന്നിട്ടാണ് നമുക്കൊരു കമ്പ്യൂട്ടറായിട്ട് കിട്ടുന്നത്. ഒരു CPU എന്ന് പറയുന്നതിനകത്ത് നമ്മൾ പുറത്ത് കാണുന്നത് വെറുതെ ഒരു രണ്ട് മൂന്ന് ലൈറ്റും 1-2 ഹോൾസും 2 ബട്ടണും ഒക്കെയാണ് നമ്മൾ കാണുന്നത്. മോണിറ്റർ എന്ന് പറയുന്നതിനും അതേമാതിരി തന്നെ സ്പീക്കർ ആയിക്കോട്ടെ,
പ്രിന്റേഴ്സ് ആയിക്കോട്ടെ, ഇതെല്ലാം കാണുന്നത് നമ്മൾ വളരെ സിമ്പിളായിട്ട് കാണുന്നതെങ്കിൽ പോലും ഇതിനകത്ത് കുറേ ഫങ്ഷണൽ യൂണിറ്റുകളുണ്ട്. ഈ ഫങ്ഷണൽ യൂണിറ്റുകളൊക്കെ തന്നെ ഓരോരോ പണി ചെയ്യുന്നുണ്ട്. ഈ ഫങ്ഷണൽ യൂണിറ്റുകളെല്ലാം കൂടി ചേർന്നിട്ടുള്ള ഒരു റിസൾട്ടാണ് ആ ഒരു പ്രിന്റർ, അല്ലെങ്കിൽ ഒരു കമ്പ്യൂട്ടർ, ഒരു സ്പീക്കർ ആയിക്കോട്ടെ, നമ്മുടെ മൊബൈൽ ആയിക്കോട്ടെ, ഇന്ന് കാലത്ത് വരുന്ന ഒട്ടുമിക്ക ഇലക്ട്രോണിക്സ് ഐറ്റങ്ങളും, ഈവൻ 2 വീലേഴ്സ് വരെ ഇപ്പോൾ ഫങ്ഷണൽ യൂണിറ്റിലേക്ക് മാറിക്കഴിഞ്ഞു. സോ അതേമാതിരി നമ്മുടെ ശരീരത്തിനകത്ത് പലതരത്തിലുള്ള ഫങ്ഷൻ യൂണിറ്റ് ഉണ്ട്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, നമ്മൾ മറ്റേ വാട്ടറിൻ്റെ ഫങ്ഷണൽ യൂണിറ്റ് എടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ കിഡ്നി, യൂറിനറി ബ്ലാഡർ, മെറീഡിയൻ, അതിനകത്തുള്ള ട്രാൻസ്പോർട്ടിംഗ് പോയിന്റ്, അതല്ലാതെ എക്സ്ട്രാ പോയിന്റ്സ്, ഇതെല്ലാം കൂടെ ചേർന്ന് കഴിഞ്ഞാൽ ഒരു ഫങ്ഷണൽ യൂണിറ്റ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഒരു കിഡ്നി, ഒരു യൂറിനറി ബ്ലാഡർ, കിഡ്നിയുടെ മെറീഡിയൻ, യൂറിനറി ബ്ലാഡറിന്റെ മെറീഡിയൻ, ഇതിന്റെ ട്രാൻസ്പോർട്ടിംഗ് പോയിന്റ്, എക്സ്ട്രാ പോയിന്റ്സ് എന്നൊക്കെ പണ്ട് കുറേ ഉണ്ടല്ലോ. ഈ പോയിന്റ്സ് എല്ലാം കൂടി ചേർന്ന് കഴിഞ്ഞാൽ അതിനെ ഒരു ഫങ്ഷണൽ യൂണിറ്റ് എന്ന് വേണമെങ്കിൽ പറയാം. അതൊക്കെ ഒരു സർക്യൂട്ട് ബോർഡ് പോലെയാണ്. അതിനകത്ത് കറണ്ട് കൊടുത്തു കഴിഞ്ഞാൽ അത് ഫങ്ഷൻ ചെയ്യും. പക്ഷെ കറണ്ട് കൊടുക്കുന്ന സമയത്ത് ഓരോ സർക്യൂട്ടിലും, അതായത് നമ്മുടെ കമ്പ്യൂട്ടറിൽ തന്നെ ഒരേ മറ്റേ നമുക്ക് നേരിട്ട് പ്ലഗ് കൊടുത്തിട്ട് കണക്ട് ചെയ്തെന്ന് വെച്ചാൽ ഇത് ബ്ലാസ്റ്റ് ആയി പോകും. അപ്പൊ നമ്മൾ ഇത് ആദ്യം വന്നിട്ട് ഒരു മറ്റേ പവറിനെ കൺട്രോൾ ചെയ്യുന്ന ഒരു യൂണിറ്റ് ഉണ്ട്. അവിടേക്കാണ് നമ്മൾ ഇലക്ട്രിസിറ്റി കൊടുക്കുക. ഈ ഇലക്ട്രിസിറ്റി പിന്നെ സബ് ഡിവൈഡ് ചെയ്തിട്ടിട്ട് ഓരോ സർക്യൂട്ടിനും എത്ര വോൾട്ട് വേണം, കറണ്ട് വേണം എന്നുള്ളത് നോക്കി കൊടുത്തിട്ടാണ് ഇത് ഫങ്ഷൻ ചെയ്യുന്നത്. അപ്പൊ എല്ലാവരുടെയും ഒരേ കറണ്ട് അല്ല ഇത് കമ്പ്യൂട്ടർ ഉപയോഗിക്കുന്നത് പോലും. അതേമാതിരി ഈ ഓരോ ഓർഗണിനും ഓരോ ചെയ്യുണ്ട്. അതെല്ലാം കൂടി ഫങ്ഷൻ ആകുന്ന സമയത്താണ് ഈ സർക്കുലേഷൻ പ്രോപ്പർ ആവുകയും നമ്മൾ വർക്ക് ചെയ്യുകയും ചെയ്യുന്നത്. അതാണ് മരിക്കുന്ന ആളുകളും മരിക്കാത്ത ആളുകളും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കമ്പ്യൂട്ടർ കേട് വന്നാലും അതിനകത്ത് എന്തുണ്ടാവും, ആ ഫങ്ഷണൽ യൂണിറ്റ്സ് ഒക്കെ ഉണ്ടാവും. നമ്മൾ മരിച്ചു കഴിഞ്ഞാലും കിഡ്നി ഉണ്ട്, യൂറിനറി ബ്ലാഡർ ഉണ്ട്, അവിടെ മെറീഡിയൻസ് ഉണ്ട്, പോയിന്റ്സ് ഒക്കെ അവിടെ തന്നെ ഉണ്ട്. പക്ഷെ ഇല്ലാത്തത് എന്താ, അവിടെ ഒരു ചീയില്ല. എങ്ങനെയാണോ മറ്റേ കറണ്ട് ഇല്ലാത്തത്, അതേമാതിരി നമ്മുടെ ശരീരത്തിനകത്ത് കറണ്ട് ഇല്ലെങ്കിൽ നമ്മൾ മരണപ്പെട്ടു. ആ കറണ്ടിനെയാണ് നമ്മൾ ചീ എന്നുള്ള പേരിൽ വിളിക്കുന്നത്. ഓക്കെ, അപ്പൊ ഇത് ഓരോ ടിഷ്യൂസിനെയും ഓരോ സ്ഥലങ്ങളെ ഏൽപ്പിച്ചിട്ടുണ്ട് അല്ലേ. തലമുടി കിഡ്നി നോക്കിക്കോ, ശരീരത്തിലത്തെ മുടിനെ ലങ് നോക്കിക്കോ, സ്കിന്ന് ലങ് നോക്കിക്കോ എന്ന് പറഞ്ഞ് ഓരോ ടിഷ്യൂസിനെയും സെല്ലിനെയൊക്കെ സബ് ഡിവൈഡ് ചെയ്തിട്ടാണ് ഒരാൾ റൂൾ ചെയ്യുന്നത്. അതല്ലാതെ ഒരാൾ വന്നിരുന്നിട്ട് എല്ലാം ഞാൻ നോക്കിക്കോളാം, നിങ്ങളൊന്നും ചെയ്യേണ്ട എന്ന് പറയുന്ന പോലെ. ഓരോരുത്തരും ഓരോ ഫങ്ഷനാലിറ്റിയും, അതിന് സെപ്പറേറ്റ് പാത്വേയും സെപ്പറേറ്റ് ടിഷ്യൂ സിസ്റ്റവും എല്ലാം ഉണ്ട്. ഇതിന്റെ എല്ലാം ആകെത്തുകയാണ് ഈ കാണുന്ന നമ്മൾ. ഓക്കെ, നമ്മൾ മറ്റേ ചാനൽ എന്ന് പറയുന്നത് എന്താണ്, എങ്ങനെയാണോ ഈ മരം വളരുന്ന സമയത്ത് നമ്മളൊരു വിത്തുനിന്ന് ഒരു വലിയ ശാഖ വന്നിട്ട് ആ ശാഖയിൽ നിന്ന് ഡിവൈഡ് ചെയ്യുന്നത് പോലെ തന്നെ ഒരു ഓർഗനെ കണക്ട് ചെയ്തിട്ട് അതിന്റെ ബ്രാഞ്ചസ് ആണ്, അല്ലെങ്കിൽ ആ മറ്റേ വേരുകളാണ് ഈ മെറീഡിയൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ വേരിലൂടെ അല്ലെങ്കിൽ ബ്രാഞ്ചസിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും ട്രാൻസ്ഫോർമേഷൻ നടക്കുന്നുണ്ട്. നമ്മൾ പ്രധാനമായിട്ട് വേരിലൂടെ മരത്തിലേക്ക് വെള്ളം പോകുന്നു എന്ന് മാത്രമേ നമ്മൾ പറയുള്ളൂ. എങ്കിലും ദർ ഇസ് എ 2-way പാത്വേ, അങ്ങോട്ടും ഇങ്ങോട്ടും ചില കാര്യങ്ങൾ നടക്കുന്നുണ്ട്. ഓക്കെ, അതേമാതിരി തന്നെ മെറീഡിയനിലെല്ലാം തന്നെ ഈ ഒരു സിസ്റ്റം നമുക്ക് നടക്കുന്നുണ്ട്. ഓർഗനിലേക്ക് കണക്ട് ചെയ്യുന്നുണ്ട്, ഓർഗനെ വർക്ക് ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ ഈ ഓരോ മെറീഡിയനും ഓരോ മരമായിട്ട് വേണമെങ്കിൽ സങ്കല്പിക്കാം നിങ്ങൾക്ക്. മരം എന്ന് പറയുന്ന സമയത്ത് അതിന്റെ വേരും ഉണ്ട്, ബ്രാഞ്ചസ് ഉള്ളതുപോലെ തന്നെ ഓരോ ഓർഗൻസിനെയും നമുക്ക് സെപ്പറേറ്റ് കാണാം. ഇങ്ങനെ കുറേ മരങ്ങളൊക്കെ ചേർന്ന് കാടെന്ന് വിളിക്കുന്നത് പോലെ കുറേ ഓർഗണും മെറീഡിയൻ സിസ്റ്റത്തിനും കൂടെ ചേർന്നിട്ട് നമ്മൾ ശരീരം എന്നും കൂടെ പറയാം. അക്യുപഞ്ചർ പോയിന്റ്സ് ആർ സിറ്റുവേറ്റഡ് അലോങ്. നമ്മൾ ഇതൊക്കെ ആൾറെഡി പറഞ്ഞാണ്. നമ്മുടെ ചാനലിലാണ് അക്യുപഞ്ചർ പോയിന്റ്സ് ഉള്ളത്. ആ പോയിന്റ്സ് ഒക്കെ എങ്ങനെയാണ്, ഓരോ സ്ഥലത്ത് വരുന്ന സമയത്ത് ഒരു ബഡ് എന്ന് പറയുന്നത് നമുക്കറിയാം അല്ലെ. ഒരു കോലുണ്ടാവും, ആ കോലിന്റെ 2 വശത്തും പഞ്ഞി ഉരുട്ടി വെച്ചിട്ട് കുറച്ച് തടിച്ചുണ്ടാകുന്നത് പോലെ നമ്മൾ മെറീഡിയൻ പോകുന്ന സമയത്ത് ചില സ്ഥലങ്ങളിൽ ബഡ്സ് പോലെ എനർജി അവിടെ സ്റ്റോർ ചെയ്ത് കിടക്കുന്നുണ്ടാവും. ആ പോയിന്റിനെയാണ് നമ്മൾ തെറപ്പറ്റിക്കലി എന്ത് ചെയ്യണത്, അതിന്റെ അവിടെ ഉണ്ടാകുന്ന സർക്കുലേഷൻ ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് നീഡിൽസോ അല്ലെങ്കിൽ ടെമ്പറേച്ചറോ അതല്ലെങ്കിൽ പ്രഷറോ എന്തുപയോഗിച്ചിട്ട് നമ്മൾ ആക്ടിവേറ്റ് ചെയ്യുന്നത്. ഒരു മസാജ് ചെയ്യുമ്പോഴും തന്നെ ഇത് തന്നെയാണ് നടക്കുന്നത്. ഓക്കെ, സമയമായി. എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ചോദിക്കാം. ഒരു മിനിറ്റ്. ഇത് ഞാൻ പറഞ്ഞാണ്, മറ്റേ എന്താ പറയാ, ജിങ്വെൽ എന്നുള്ളതിനെ കുറിച്ച് നമ്മളെ ആൾറെഡി പറഞ്ഞല്ലോ. നേരത്തെ നമ്മൾ ക്ലാസ് എടുക്കുമ്പോൾ തന്നെയാണ് അത്. നേരെ കാണുന്ന ട്രാക്കൊക്കെ വന്നിട്ട് ജിങ് ട്രാക്കും, ഈ ഒരു ട്രാക്കിൽ നിന്ന് മറ്റേ ട്രാക്കിൽ പോണത് ലൂ ട്രാക്കും. അതേപോലെ തന്നെ മെറീഡിയൻ പറയുമ്പോൾ ജിങ് മെറീഡിയൻസും ലൂ മെറീഡിയൻസും. ഇങ്ങനെ ശരീരം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന ഒരു സിസ്റ്റമാണ് നമ്മുടെ ശരീരം. ഓക്കെ,
ഇത് നമുക്ക് അടുത്ത പ്രാവശ്യത്തിലേക്ക് പോകാമെന്ന് വിചാരിക്കണം. ഇതുവരെയുള്ളത് മനസ്സിലായിട്ടില്ല. നമ്മൾ റെയിൽവേ ട്രാക്ക് കഴിഞ്ഞിട്ടുള്ളത് നമുക്ക് എടുക്കാം. ഓക്കെ. ഓക്കെ. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നമുക്ക് ചോദിക്കാം.